Praise the Lord. Hallelujah. 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 കരയുയർത്തി സ്തോത്രം ചെയ്യാം. ഒന്നും കൂടെ, അല്പം കൂടെ. Praise the Lord. Hallelujah. പുറകിൽ നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ആരെയും നിർത്താൻ ഇടയാകരുത്. Praise the Lord. ഉള്ള സ്ഥലത്ത് കസേര ഇട്ട് കൊടുത്താട്ട് അവിടെ അതിനകത്ത് പന്തലിനകത്തും അവിടെ പുറയിലും സ്ഥലമുണ്ടല്ലോ, അവിടെ സൗകര്യമായ സ്ഥാനത്ത് ഇരിക്കത്തക്കവണ്ണം ഇവിടുന്ന് കസേര എടുത്ത് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്തൃനാമത്തിന് സ്നേഹാവന്ദനം അറിയിക്കുന്നു. സുവിശേഷ മഹോത്സവം 2024 മൂന്നാമത്തെ ദിവസം രാത്രി വീണ്ടും നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് എടുത്ത് വിടുവാൻ തക്കണം. ഈ വചന കൂടാരത്തിലായിരിക്കാനായിട്ട് ദൈവം തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികാലം അനുഗ്രഹമായി കർത്തദാസന്മാരുടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് നമ്മോടും ദേശത്തോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 2 ദിവസത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് നാം തയ്യാറാകണം. തോറ്റുകൊടുക്കേണ്ട സ്ഥാനത്ത് തോറ്റുകൊടുത്ത് ജയം പ്രാപിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം. ഇതായിരുന്നു നമ്മുടെ സന്ദേശം. അതാണല്ലോ ക്രൂശിന്റെ സന്ദേശം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരായി ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരായി ഭൂമിയിൽ ജീവിച്ച് നമുക്കൊരുക്കിയിരിക്കുന്നതായുള്ള ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇടയായിത്തീരണം. ഈ ദിവസങ്ങളെ ശുശ്രൂഷ അതിന് മുഖാന്തരമായി തീരണ്ട്. നമ്മുടെ ജീവിതത്തിൽ അവരെ വരുത്തേണ്ടതായുള്ള ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരോട് സ്നേഹത്തോടെ വർദ്ധിക്കുവാനും നമുക്കിടയായിത്തീരണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് അക്ഷമയുള്ളവരാണ്. എന്നാൽ ക്ഷമിക്കുവാനായിട്ടുള്ള മനോഭാവം ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ടിടയായിത്തീരണം. ഇവിടെ രാത്രി നിൽക്കുമ്പോൾ ഈ നമ്മുടെ കേരളത്തെ ഓർത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ നാളുകളിൽ കടപ്പെട്ടവരാണ്. കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാക്ഷരത കേരളം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്നത് കിരാത കേരളമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ പത്രവാർത്തയിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നതായുള്ള ഒരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. വാഹനം ഇടിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ കാറ് കയറ്റി 45 വയസ്സുള്ളതായുള്ള ഒരു വീട്ടമ്മ, ഒരു യൗവനക്കാരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മദ്യലഹരിയിലാണ് സംഭവിച്ചത്. അപ്പോൾ മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ടതായുള്ള ലോകത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കും. ഇവിടെ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. നാം സുബോധമുള്ളവരാണെങ്കിൽ നമുക്കൊരുപാട് ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ള ആളുകളോട് സംവാദിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ സുവിശേഷ മഹോത്സവം ഇവിടെ നടത്തുമ്പോൾ ഇതിന്റെ പിന്നിലുള്ളതായ ബന്ധപ്പാടും അധ്വാനവും ഒക്കെ നാം മനസ്സിലാക്കണം. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാനിവിടെ നോക്കുകയായിരുന്നു. മണി മേക്കിംഗ് അല്ല, മണി സ്പെൻഡിങ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ എന്തിനു വേണ്ടി ചിലരും കൂടെ നിത്യജീവന്റെ അവകാശികളായിത്തീരണം. അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ഏറ്റെടുത്ത് നമ്മളും ഈ നാളുകളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിത്തീരണം. നാം എല്ലാവരും സുവിശേഷകരാണ്. യേശുവിനെ കുറിച്ച് പറയുന്നവരൊക്കെ സുവിശേഷകരാണ്. ഡിസൈപ്പിൾസ് ആണ്, ശിഷ്യന്മാരാണ്. ശിഷ്യരാരാണ്? ഗുരു പറയുന്നത് അനുസരിക്കുന്നതാണ്, അല്ലെ? അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരും ശിഷ്യന്മാരായി തീരുവാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിനാളൊക്കെ ചിലരോടെങ്കിലും ഈ സദ്വർത്തമാനം പറയുവാനായിട്ട് നമുക്കിടയായിത്തീരണം. നമ്മുടെ പരിചയത്തിൽപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെ ധാരാളം പേരുണ്ട്.
ഇനി നമുക്ക് എത്ര ദിവസം കൊണ്ടുണ്ട്? എത്ര ദിവസം കൊണ്ടുണ്ട്? ആർക്കറിയാമല്ലേ? നമുക്കുള്ള ദിവസമല്ലേ ചോദിച്ചത്. നമ്മുടെ സുവിശേഷ മഹോത്സവത്തിന് എത്ര ദിവസം കൊണ്ടുണ്ട്? 5 ദിവസം കൂടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ സ്നേഹിതരെയും ഒക്കെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ച് അവരെ കൂടെ ഒന്ന് ക്ഷണിക്കണം. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ വന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി കടന്നു വന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ വചനവുമായി കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ജോസഫ് പുത്തമ്പരിക്കലച്ചനാണ്. അനേക പ്രാവശ്യം നമ്മുടെ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. കൂട്ടായ്മയിലും സുവിശേഷ മഹോത്സവത്തിലും ഒക്കെ വന്ന് നമുക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷ നൽകുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചപ്പോൾ തിരക്കിന്റെ അനുഭവത്തിലാണെങ്കിലും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമുക്കായി ഇന്ന് വേർതിരിച്ചു തന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സ്നേഹത്തോടുകൂടെ ഈ സന്ധ്യ സുവിശേഷ മഹോത്സവത്തിലേക്ക് അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദാസൻ ജോളി മാരാവൺ നമ്മോട് കൂടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തതായുള്ള സഹോദരൻ രാജു കിഴക്കുപുറം, അദ്ദേഹം നമ്മുടെ റോയ് തടിയൂറിന്റെ അമ്മാച്ചനാണ്. ഒരു കുടുംബമായിട്ട് ഇന്ന് രാത്രി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കടന്നു വന്ന എല്ലാവരെയും പേരുപേരായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് അനുഗ്രഹകരമായിട്ടുള്ള വചനം കേട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി വിനയപ്പെടുത്തി മടങ്ങി പോകുവാനായിട്ട് ഇടയായി തീരണം. ഓരോ ആരാധനയും ഓരോ കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്നതായുള്ള ഒരു ആത്മീക ശുശ്രൂഷ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 31 വർഷമായി 93 മുതൽ ആരംഭിച്ചതായുള്ള ശുശ്രൂഷ ഇപ്പോഴും വിഘ്നം കൂടാതെ നടത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം അതെന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 21 ദിവസം എന്റെ പ്രിയ സഹോദരങ്ങൾ ഒരുമിച്ച് വന്ന് ഈ പ്രത്യേകമായുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇത്രയും അനുഗ്രഹം ലഭിക്കാനായിട്ടിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പൊന്നുനാമത്തിൽ നന്ദിയോട് സ്തോത്രം. കടന്നു വന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും ആമേൻ അലിയ സ്നേഹ ആദരവുകൾ അർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ 3 ദിവസവും ദൈവം കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ അന്തരീക്ഷത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ദൈവമാക്കി തീർത്തു. തുടർന്നുള്ള ദിവസങ്ങൾ അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരണം. നാളെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് സിസ്റ്റർ ഗ്രേസ് ലാലാണ്. കോട്ടയം സ്വദേശിയാണ്. അനുഗ്രഹീതമായ കർത്തദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും പ്രത്യേക ശുശ്രൂഷയിൽ വന്ന് സമ്മതിക്കണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ അല്പസമയം ദൈവത്തിൽ ആരാധിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വെള്ളിയാഴ്ചത്തെ കൂട്ടായ്മയിൽ അല്ലെ ആരാധിക്കുന്നത് പോലെ ഒരു അനുഭവം നമുക്ക് ഈ പന്തലിനകത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായി നമുക്ക് ശക്തിപ്പെടണം, ബലപ്പെടണം. നമ്മുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങൾ അഴിയണം, പോരാട്ടങ്ങൾ മാറണം. ഈ ദിവസങ്ങൾ അത് അവൻ സാധ്യമാക്കി തരുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയ്ക്കായി അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം പ്രൈസ് ദി ലോർഡ്. കല്ലറകളെ തുറന്ന് ആമേൻ വലിയ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന യേശുവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പൊന്നുനാമത്തിന് നന്ദിയോട് സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എന്ത് നമുക്ക് സാധ്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആമേൻ സ്വർഗ്ഗത്തിൽ ഒരു പുരോഹിതനായി ആമേൻ യേശു ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ മധ്യസ്ഥൻ ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പൊന്നുനാമത്തിൽ നന്ദിയോട് സ്തോത്രം. ആമേൻ. തിമോഥെയോസിന്റെ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ഒരുവനാണ്,
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ കർത്താവായ ക്രിസ്തു തന്നെയാ. ആമേൻ. അവന്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ആമേൻ, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലുണ്ട്. ഈ കർത്താവിനെയാണ് ആരാധിക്കാൻ പോകുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ക്രൈസ്തലോ, അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരാധിക്കുന്നതായിട്ട് സമൂഹത്തോട് ചേർന്ന് ഇന്ന് രാത്രി നമുക്കും ആരാധിക്കാം. സ്വർഗത്തിൽ സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധനെ ഇന്ന് രാത്രി നമുക്കും ആരാധിക്കാം. ക്രൈസ്തലോ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് ദൈവത്തിന് ശ്രമിക്കാം. കർത്താവേ, ഇന്ന് രാത്രി എല്ലാ കുറവുകളും ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പൊറുക്കണമേ, പുണ്യാഗ്രഹത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ നാം അറിയാത്ത ചില വിടുതലുകളും സൗഖ്യവും ഇന്ന് രാത്രി അവൻ ഈ പന്തലിനകത്ത് അനുഭവിച്ച് നമുക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായി തീരും. അവൻ അറിയാൻ ഞങ്ങൾ വെള്ളിയാഴ്ച കൂട്ടായ്മയിൽ അങ്ങനെ ഒത്തിരി 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 അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അങ്ങനെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് കൂട്ടായ്മയിൽ. മാത്രമല്ല ഇന്ന് രാത്രി പന്തലിനകത്തും അങ്ങനെ പ്രവർത്തിപ്പാൻ കഴിവുള്ള അവൻ ജീവിക്കുന്ന ദൈവമാണ്. രാത്രികാലം ആരാധിക്കുമ്പോൾ ചില വിടുതൽ നടക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പോരാട്ടങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമം ജയമെടുക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വന്നതുപോലെയല്ല, ഒരു പുതിയ ബലത്തോടെ ഒരു പുതിയ ശക്തിയോടെ മടങ്ങി പോകുവാൻ ഈ രാത്രി നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തിരുമുഖ ശോഭ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, എന്നാൽ അന്ന് പ്രിയൻ മുഖം കൊണ്ട് ആരാധിക്കുന്ന നാളുകൾ അടുത്തിരിക്കുക. പ്രിയമുള്ളവരെ, നാളുകൾ അടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒരുക്കി സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധിച്ചിടുന്നില്ല
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 23 വരെ. അപ്പോൾ മുതൽ ക്രിസ്തു താൻ ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യരെ അറിയിച്ചു തുടങ്ങി. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. താവിതൊരിക്കലും നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അവൻ പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. വചന വിരുന്നിന്റെ സന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സഹനത്തിന്റെ അർത്ഥമെന്തെന്നും എന്താണ് സഹനമെന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. തായുടെ സുവിശേഷം 16-21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നമുക്കെല്ലാവർക്കുമുണ്ട് സഹനവും സന്തോഷവും. ചിലർ ഒരിക്കലും സന്തോഷിക്കത്തില്ല, സഹനത്തെ നോക്കിയിരിക്കും. അപ്പം സഹനത്തിന് നടുവിലും സന്തോഷിക്കാൻ പറ്റുക അത് ദൈവത്തിന്റെ ദൂതാണ്. ചിലര് ജീവിതത്തിൽ എപ്പോഴും സങ്കടം തന്നെ സങ്കടം. 10 കിൻഡല് കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും കിട്ടാതെ പോയ കപ്പ തന്നെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. എന്നും വീഴ്ചയും ദുഃഖവും മാത്രം പറയും, ദൈവം തന്ന പല നന്മകളും മറന്നുപോകും. അപ്പൊ സഹനത്തിലും ദൈവം തരുന്ന ഒരു നന്മയുണ്ട്. ചിലർക്കെന്നും ദുഃഖം തന്നെ ദുഃഖം. മുഖത്തോട് നോക്കിയാൽ നമുക്ക് തോന്നും മോർച്ചറിയിൽ നിന്നും ഒരു ശവം നടക്കാൻ പോകുന്നതിന് ആത്മീയമായ സന്തോഷം മുഖത്ത് കാണാനില്ല. ഇപ്പോഴും ഒരു വരണ്ട മുഖമുള്ള മനുഷ്യരുണ്ട്. കുറച്ചുനാൾ മുമ്പ് 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ 15 വയസ്സ് പ്രായമുള്ള മോനെയും കൊണ്ട് അച്ഛനെ കാണുന്നു. ഈ സ്ത്രീ ആണെങ്കിൽ കരിക്കട്ട പോലെ കറുത്ത നിറം. അച്ഛ ഇവന് മൊബൈൽ ഫോണിനോട് ഭയങ്കര അറ്റാച്ച്മെന്റാണ്. തലേ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, പഠിക്കാൻ ബുദ്ധി കിട്ടാനും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഞാൻ സ്ത്രീ പറഞ്ഞു, അച്ഛാ കറുപ്പ് മോശം നിറമാണ്. ഞമ്മനല്ല, കോഫി അന്നൻ കറമനല്ലേ? അതെ. ആഫ്രിക്കക്കാര് കറമ്പല്ലേ? അതെ. എന്റെ അച്ചു അവിടെയൊക്കെ കറുപ്പ് ഒരു മഹാഭാഗ്യം. പക്ഷെ എന്റെ കറുപ്പ് എനിക്കൊരു വലിയ ശാപം. ഞാൻ അതെന്താ? ഞാൻ ജനിച്ചു വീണ നാളുകളിൽ എന്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക പുള്ളിക്കാക്ക. കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക. കെട്ടിയോൻ വിളിച്ചു മുതുകാക്ക. ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. വിളി കേട്ട് മടുത്തു. ഞാൻ പറയാ, നീ അമ്മയെ കാക്കെന്ന് വിളിച്ചാൽ പത്തി തോറ്റു പോവും. ഒരു കാലത്തും ഗതി പിടിക്കുകയില്ല. കണ്ടുരുട്ടി അവനെ വരട്ടി വിട്ടു. അവനച്ച ഇനി മേലിൽ ഞാൻ അമ്മയെ കാക്കെന്ന് വിളിക്കുകയില്ല. 5-6 മാസത്തേക്ക് വന്നില്ല. 6 മാസം കഴിഞ്ഞ് ഈ സ്ത്രീ ഈ മോനെ കൊണ്ട് വന്നു. മുഖം പൂർവാധികം ഇടിമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? എന്നാ പറയാനാച്ചാ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ഞാൻ എന്നാ പറ്റി? കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ആ സ്ത്രീ പറഞ്ഞു, ഓ കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? ഞാനെന്നാ പറയാനാ? അച്ഛൻ അവനോട് തന്നെ ചോദിക്കും. ഞാൻ ചോദിച്ചു, എടാ നീ നിന്റെ അമ്മയെ പിന്നെ കാക്കയെന്ന് വിളിച്ചോ? അവൻ ഇല്ല. പിന്നെ അമ്മയുടെ സങ്കടം വിളിക്കുകയെന്ന് വെച്ചാ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ അമ്മയ്ക്ക് എന്താ സങ്കടം? അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. ഞാൻ വെറുതെ കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ എന്നാ സഹോദരി സങ്കടം? ആ സ്ത്രീ പറഞ്ഞു, എന്റെ അച്ഛോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട. പിന്നെ എപ്പോഴെല്ലാം എന്നോട് അരിശം വരുമോ, അരിശം വരുമ്പോഴൊക്കെ ഇവൻ എന്നെ ഇങ്ങനെ കാണിക്കും. അതാണ് പ്രശ്നം. വിളിക്കത്തില്ല, ഇങ്ങനെ കാണിക്കും. ജീവിതം ഒരു യാത്രയാണ്. എല്ലാം നന്നായിട്ടും കെട്ടിയവൻ ഇങ്ങനെ കാണിക്കും, തളരരുത്. ഭാര്യ ഇങ്ങനെ കാണിക്കും, വാടരുത്. മക്കളും കാണിക്കും, തകരരുത്. കുരിശുകൾ, വേദനകൾ, നൊമ്പരങ്ങൾ പല വിധത്തിൽ പല രൂപത്തിൽ വരുമ്പോൾ വാടുന്ന മനുഷ്യരാകല്, അതിജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നു. മനുഷ്യൻ 2 കൂട്ടരുണ്ട്. 1 പറഞ്ഞു തീർക്കുന്നവർ, 2 സഹിച്ചു തീർക്കുന്നവർ. 2 കൂട്ടം മനുഷ്യരുണ്ട്. 1 പറഞ്ഞു തീർക്കും, 2 സഹിച്ചു തീർക്കും. എന്തിനും പരാതി പറഞ്ഞ് ഏത് ദുഃഖവും പറഞ്ഞു തീർക്കുന്നവരുമുണ്ട്. പക്ഷേ സഹിച്ചു തീർക്കും. ആരോടും പറയല, ഉള്ളിൽ സഹിച്ചു തീർക്കും.
അങ്ങനെ സഹിച്ചു തീർക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റും. ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വചന വ്യാഖ്യാനത്തിലേക്ക് വരാം. വിശുദ്ധ ബൈബിളിൽ ഓരോ സ്ഥലത്തിനും ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണം, അവൻ കൈസരിയ ഫിലിപ്പിയുടെ കൈസരിയയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ ബലത്തിലാണ്. അവൻ ജെറീഹോയിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസ വളർച്ചയിലാണ്. അവൻ ജെറുസലേമിലാണ് എന്ന് പറഞ്ഞാൽ സഹന മരണ ഉത്ഥാനത്തിലൂടെ കടന്നുപോകും. അതാണ് ബൈബിളിലെ സ്ഥലങ്ങളുടെ അർത്ഥം. കേസരിയ ഫിലിപ്പിന്റെ കേസരിയ വിശ്വാസത്തിന്റെ നിറവ്. ജെറീക്കോ വിശ്വാസ വളർച്ച. ജെറീക്കോയിലെ അന്ധൻ സക്കേവൂസ് സമറിയാക്കാരൻ വിശ്വാസ വളർച്ച. അവൻ ജെറുസലേമിലാണ് സഹന മരണ ഉത്ഥാനത്തിലാണ്. ക്രിസ്തു പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പോണം, എനിക്ക് മരിക്കാൻ പോണം, കുരിശെടുക്കാൻ പോണം. അപ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. നീ സഹിക്കാൻ പോകണ്ട, കുരിശെടുക്കാൻ പോകണ്ട, നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമ്മളാണിലവർക്കും എത്രയോ സ്നേഹത്തോടെ പറയുക. പക്ഷെ ക്രിസ്തു പറഞ്ഞു, സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകും. സാത്താൻ എന്ന വാക്കിന്റെ മൂലാർത്ഥം തടസ്സം, പ്രതിബന്ധം. തടസ്സം, പ്രതിബന്ധം. വഞ്ചനയുടെ ചുമ്മനത്താൽ ക്രിസ്തുവിനെ കുരിശിലേക്ക് തള്ളിവിട്ട ഒറ്റുകാരനെ വിളിച്ചു സ്നേഹിത. കുരിശെടുക്കാൻ പോകരുത് എന്ന് പറഞ്ഞ പത്രോസിനെ വിളിച്ചു സാത്താനെ, തടസ്സമേ. എന്താ അർത്ഥം? ക്രിസ്തുവിന്റെ വഴി കുരിശിന്റെ വഴി. ക്രിസ്തുവിന്റെ വഴി കുരിശിന്റെ വഴി, സാത്താന്റെ വഴി കുറുക്കു വഴി. രണ്ടു വഴികളുണ്ട്. കുരിശിന്റെ വഴിയെ നമ്മൾ യാത്ര ചെയ്യണം. നിന്റെ ചിന്ത മാനുഷികമല്ല, ദൈവികമല്ല, മാനുഷികമാണ്. ദൈവം ഓരോരോ കാലങ്ങളിൽ ഓരോരോ രീതികളിൽ കുരിശ് തരുമ്പോൾ നമ്മൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നമ്മൾ ദൈവം അനുവദിക്കുന്ന കുരിശുകളെ എങ്ങനെ സ്വീകരിക്കും? 1 പൈശാചികം, 2 മാനുഷികം, 3 ദൈവികം. 3 വിധത്തിൽ സ്വീകരിക്കാം. പൈശാചികമായി, മാനുഷികമായി, ദൈവികമായി. എന്താ പൈശാചികം? എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞവൻ വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കണേ എന്ന് ചിന്തിക്കുമ്പോൾ അത് പൈശാചികം. എന്നെ നൊമ്പരപ്പെടുത്തിയവന് തകർച്ച വരണേ എന്ന് ചിന്തിച്ചാൽ പൈശാചികം. എനിക്ക് വേദന തന്നവൻ ഒരു കാലത്തും ഗതിപിടിക്കരുത് എന്ന് ചിന്തിച്ചാൽ എന്റെ ചിന്ത പൈശാചികം. 2 മാനുഷികം. എന്താ മാനുഷികം? പരാതി പറഞ്ഞുകൊണ്ട് കുരിശിനെ സ്വീകരിക്കുക. ഓ, ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ടും ഇതുകൂടി കാലമാടനാണല്ലോ എന്നെ കെട്ടിയത് എന്ന് ചിന്തിച്ചാൽ അത് മാനുഷികം. ഇത്രയും ഒരുങ്ങിയിട്ട് ഈ പിശാചാണല്ലോ ഭാര്യയായിട്ട് വന്നത് എന്ന് ചിന്തിച്ചാൽ മാനുഷികം. വീണ്ടും ഇത്രയും അയലോകത്തെ പിള്ളേരൊക്കെ മിടുക്കൽ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ഇത് മാനുഷികം. അനുസരിച്ച് ഭർത്താവിനെ വിളിക്കുന്നു കാലൻ, ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു മുതുപിശാല്. മകളോട് നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ട്, എന്തിയെ ചായ പിടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചോ കരി കളക്കുന്നു, ചോറ് വാർക്കുന്നു, തുണി പിഴിയുന്നു. മാനുഷികം. മാനുഷികമായ കമന്റ് പറയാം. മുറുമുറുത്തോണ്ട് പെറുമുറുത്തോണ്ട് കുരിശിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് മാനുഷികം. 3 ദൈവികം. ഞാൻ അറിഞ്ഞ് ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നു. വളരെ നന്നായിട്ട് ജീവിച്ചപ്പോൾ മാരകമായ രോഗം ദേഹത്ത് വന്നു. 50ാം വയസ്സിൽ ഭർത്താവിന് സ്ട്രോക്ക്, ഭാര്യയ്ക്ക് പെട്ടെന്നൊരു ബ്രസ്റ്റ് ക്യാൻസർ, കുഞ്ഞിന് വിട്ടുമാറാത്തൊരു വ്യാധി. നമ്മളൊന്നും അറിഞ്ഞില്ല, വന്നു വീഴുന്നവയുണ്ട്, ദൈവം അനുവദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറയാൻ പറ്റണം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ തിരുനാമത്തിന് സ്തുതി. മറിയം പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇഷ്ടം പോലെ നടക്കട്ടെ. ചില കാര്യങ്ങളിൽ ഈ സമ്പൂർണ്ണ വിധേയത്വമേ കാണിക്കാൻ പറ്റൂ, ദൈവികമായിട്ട് സഹനങ്ങളെ കാണുമ്പോൾ. വെല്ലൂർ ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുമ്പ് 16 ജൂനിയർ ഡോക്ടേഴ്സ് ഒരു മിനി വാനിൽ കൊടൈക്കനാൽ കാണാൻ വേണ്ടി പോയി. കയറി പോകുന്ന വഴിക്ക് വണ്ടിയുടെ ബ്രേക്ക് പൊട്ടി, വണ്ടി അഗാധങ്ങളിലേക്ക് പതിച്ചു. 6 പേര് മരിച്ചു, 3 പേർക്ക് ശക്തമായ പരിക്കേറ്റു. അതിൽ ഒരാളായിരുന്നു ചങ്ങനാശ്ശേരി അടുത്ത് കങ്ങട സ്വദേശിനിയായ ഡോക്ടർ മേരി വർഗീസ്. 3 മാസം കഴിഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞു, അരയ്ക്ക് താഴത്തേക്ക് ചലിപ്പിക്കാൻ പറ്റില്ല. ഭിത്തിയിലെ കുരിശിൽ നോക്കി ഡോക്ടർ മേരി വർഗീസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ക്രിസ്തുവേ, എന്റെ അരയ്ക്ക് താഴത്തേക്ക് നടന്നിട്ട്
അരയ്ക്ക് മുകളിലേക്ക് ചലിപ്പിക്കാൻ നീ എന്തിനാ ശക്തി വെച്ചിരിക്കുക? പെട്ടെന്നൊരു സ്വരം, മോളെ നിന്റെ അരയ്ക്ക് താഴത്തേക്കല്ലേ തളർന്നുള്ളൂ. തളരാത്ത ഭാഗം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശക്തി വീണ്ടെടുത്തു, ആത്മചൈതന്യം വീണ്ടെടുത്തു. കരകന്ന ചക്രക്കസേരയിൽ നിന്ന് സങ്കീർണങ്ങളായ ഓപ്പറേഷൻ നടത്തി ലോകപ്രസിദ്ധ അവാർഡുകൾ വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. കുരിശിൽ നിന്നും അർത്ഥം പഠിക്കുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തിൽ സഹനങ്ങൾ, വേദന വരുമ്പോൾ നമുക്ക് നോക്കാനൊന്നേ ഉള്ളൂ, അവന്റെ കുരിശ്. ആ കുരിശിൽ നോക്കി ജീവിക്കാൻ പറ്റൂ. നമ്മൾ ചിലപ്പം പള്ളിയിലൊക്കെ പാടും, ഒരുക്കി എന്നെ നീ വാർത്തെടുക്കൂ. രാത്രി 9 വീട്ടിൽ ചെല്ലുമ്പോൾ വാർക്കാൻ അമ്മായിയമ്മ, ഒരുക്കാൻ നാത്തൂൻ, തകണം വരയ്ക്കാൻ മക്കൾ, കൊച്ചുമക്കൾ. എല്ലാരും പറയും പാടിയതല്ലേ, ഞങ്ങളൊന്ന് സഹകരിക്കട്ടെ. നമ്മൾ പറയും തമ്പുരാനെ തമാശന് പാടുന്നില്ലേ, നീ ഇത്ര ഗൗരവമായിട്ട് എടുത്തു. ഓരോ പ്രായത്തിലുണ്ട് ഓരോ കുരിശ്. ഈശോമിശിഹായുടെ വാഗ്ദാനം എന്താ? ക്രിസ്തുവിന്റെ വാഗ്ദാനം കുരിശ്. അനുവർത്തേക്കല്ല് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറയുന്ന ഒരു സഹായകൻ, അതല്ല യഥാർത്ഥ വാഗ്ദാനം. മർക്കോസ് 10:30. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സൗഭാഗ്യവും. അതാണ് കർത്താവിന്റെ വാഗ്ദാനം. മർക്കോസിന്റെ 10:30. ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സൗഭാഗ്യവും. ഓരോ പ്രായത്തിൽ ഓരോരോ കുരിശുകൾ ദൈവം നമുക്ക് തരുന്നു. എന്റെ കുട്ടിക്കാലത്തെ കുരിശ്, ചായക്കടയിൽ ചില്ലലമാരിയിൽ പലഹാരം കാണുമ്പോൾ വായിൽ നയാഗ്ര വെള്ളച്ചാട്ടം, അതായിരുന്നു കുരിശ്. ബോണ്ട, പരിപ്പ് വട, പഴംപൊരി, വട്ടയപ്പം, ഇഡ്ഡലി പലതും കാണുമ്പോൾ അന്ന് മേടിക്കാൻ 10 പൈസയില്ല, അതായിരുന്നു കുട്ടിക്കാലത്തെ കുരിശ്. ഒരു ചായക്കട, തട്ടുകട മേടിക്കാൻ കാശ് ഉണ്ടാക്കി വന്നപ്പം ഒന്നും കഴിക്കാൻ മേല എന്ന് കുരിശ്. ഡോക്ടർ കയ്യെ പിടിച്ച, അച്ഛ പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ? ഇനി കാശിനും കുഴപ്പമില്ല, ഒന്ന് ആരോഗ്യത്തിനും കുഴപ്പമില്ല. അപ്പോഴാണ് മോൻ പോയി ഒരു മുതുപിശാചിനെ കെട്ടിക്കൊടുത്തു. മോൾ കണ്ട ഒരുത്തന്റെ പുറകെ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. എന്തേലും കുരിശുണ്ട്. ഈ ലോകം ഒരു വലിയ കാൽവിധിയാണ്. ഈ ലോകം എന്ന കാൽവിധിയിൽ 100 കുരിശുകൾ ഉയർന്നു നിൽക്കുമ്പോൾ ഏതെങ്കിലും കുരിശിൽ തൂങ്ങിക്കിടന്നെ ഓട്ടം പൂർത്തിയാക്കാൻ പറ്റൂ. ആണ് പറയുക, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ആ ഒരു ചിന്ത ജീവിതത്തിൽ വേണം. എന്നുകൊണ്ട് എവിടെയുമുണ്ട് കുരിശുകൾ, വേദനകൾ, നൊമ്പരങ്ങൾ. എങ്ങനെ അതിനെ നമ്മൾ നേരിടുന്നു എന്ന് ഈ രാത്രിയിൽ ധ്യാനപൂർവ്വം നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും. ആർക്കാ കുരിശില്ലാത്തത്? പൂർവ്വപിതാക്കന്മാർക്ക് കുരിശുണ്ടായിരുന്നു. അബ്രഹാം മുതലെടുക്കുക, ജീവിതത്തിൽ യാതനയുണ്ട്. ക്രിസ്തുവിനെ പ്രസവിച്ച മറിയത്തിന് കുരിശുണ്ടായിരുന്നു, ക്രിസ്തുവിന് കുരിശുണ്ടായിരുന്നു, അപ്പസ്തോലന്മാർക്ക് കുരിശുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഇതുപോലെ കിരീടം പോലെ ഒരു കൺവെൻഷൻ നടക്കണമെങ്കിൽ അതിന്റെ പിറകിൽ ത്യാഗത്തിന്റെ കുരിശുകൾ ആരെങ്കിലും വഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമുക്ക് നടത്താൻ പറ്റുക. എല്ലാവർക്കും കുരിശുണ്ട്. യേശുവിനെ ഓർക്കുക, അവൻ പിറന്ന രാത്രി മുതൽ കുരിശല്ലേ. എല്ലാവർക്കും എല്ലാമുള്ള രാത്രിയിൽ, കുരുവിക്ക് പോലും കൂടുള്ള ഭൂമിയിൽ, ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്തുമസ് രാത്രി 3 കഥാപാത്രങ്ങൾ ബെത്ലഹേം നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ നടന്നു നീങ്ങി. 1 അരവേറുള്ള കഴുത, 2 നിറവേറുള്ള മറിയം, 3 മിസ്റ്റർ ഔസേപ്പ്. ഓരോ വീടിന്റെയും വാതിൽ ചെന്ന് മുട്ടി വിളിച്ചു, ഇടമുണ്ടോ, ഇടമുണ്ടോ, ഒരു കുഞ്ഞിനുണ്ടാകാൻ ഇടമുണ്ടോ? എല്ലാ വീട്ടിൽ നിന്നും മറുപടി, ഇടമില്ല, ഇടമില്ല, ഉണ്ടാകാൻ ഇടമില്ല. ആർക്കാ ഇടം കിട്ടാത്തത്? എല്ലാം ഏകവാക്കിനാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന് ഉണ്ടാകാൻ ഇടം കിട്ടാഞ്ഞ ചരിത്രത്തിലെ ആദ്യത്തെ ക്രിസ്മസ് രാത്രി. വൈക്കോലും എല്ലാം കൂടെ വകഞ്ഞുകൂട്ടി കല്ലും കമ്പും കോലും അളഞ്ഞിട്ട് വിദുരമായ മെത്ത മെനഞ്ഞു. ആ മെത്തമേൽ മറിയത്തെ കരുതി. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേബർ റൂം. അതിന്റെ പുറത്ത് ഔസേപ്പ് നിന്നു. അല്പം കഴിഞ്ഞ് മറിയം തന്റെ പുത്രനെ പ്രസവിച്ചു. പുതപ്പിക്കാൻ ഒരു കഷ്ണം തുണിയില്ല. കുളിം തണുപ്പത്ത് വൈതലായ യേശു കൈകാലിട്ട് അടിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നു ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കുന്നു. ഇപ്പം തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീകൾക്കറിയാം എന്താണ് പ്രസവവേദന എന്ന്, എന്താണ് കുഞ്ഞിന് ജനനം. അവർ മക്കളോടൊരു മക്കളെ വീട്ടിൽ ചെന്ന് പഴയ ട്രൗസറോ ബനിയനോ പുതപ്പോ തോർത്തോ എന്തെങ്കിലും എടുത്തോണ്ട് പോവാ. പിള്ളേർ വീട്ടിൽ ചെന്നു. ഉള്ള പഴന്തുണി മുഴുവൻ പെറുക്കി കൊണ്ടുവന്ന് യേശുവിന്റെ പുറത്തേക്ക് ഇട്ടു. രാത്രി 12-ന് പഴന്തുണിയുടെ പാണ്ടക്കെട്ടി കിടന്ന് കണ്ണു തരുന്ന രക്ഷകൻ. അപ്പോഴേക്കും ആകാശത്തെ നക്ഷത്രം കിഴക്കൻ ദിക്കിലേക്ക് ജ്ഞാനികൾക്ക് പാത കാണിക്കാൻ പറന്നുപോയി. ബേത്ലഹേമിൽ കനത്ത ഇരുട്ട്. തള്ളമാര് മക്കളോട് മക്കളെ വീട്ടിൽ ചെന്ന്
വല്ല പാട്ടവിളക്കോ ഓട്ടുവിളക്കോ കൊണ്ടേ കൊണ്ടുവരാൻ പറഞ്ഞു. പിള്ളേരെ വിളക്കെടുക്കാൻ ചെന്നു. പക്ഷെ ഗതികേടിന് കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി, അന്ന് വേദനയുടെ മുഖ്യമന്ത്രി, മണ്ണെണ്ണ കിട്ടാനേ ഇല്ല. ഉള്ള വിളക്ക് കൊണ്ടുവന്നു. അരന്റെ വെളിച്ചത്തിൽ പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന ലോകത്തിന്റെ ഗുരുവിനെ കണ്ടു. അവനെ നോക്കി അവർ പറഞ്ഞു, ഞങ്ങളുടെ പഴന്തുണി പതച്ച ദൈവം, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന ദൈവം, ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന ദൈവം, ഞങ്ങളുടെ ഭവനങ്ങളിൽ അന്ത്യവർഗം ദൈവം. ആ ദൈവമാരാ? യേശുവിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധനായ പ്രവാചകൻ യേശയ്യാ പ്രവചിച്ചു. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അവൻ നമ്മോടുകൂടി ആയത് നമ്മുടെ തുണി ഉടുത്ത്, നമ്മുടെ ഭക്ഷണം കഴിച്ച്, നമ്മുടെ ഭാഷ സംസാരിച്ച്, നമ്മുടെ പാർപ്പിടങ്ങളിൽ അന്തി ഇറങ്ങിയപ്പോൾ ആ ദൈവം നമ്മുടെ ദൈവം. സഹനത്തിന്റെ ലോകം, ക്രിസ്തുവിന്റെ സഹനം. പിന്നെ ആരംഭിക്കുന്നു ജീവിതം വഴി മുഴുവൻ സഹനത്തിന്റെ നിമിഷങ്ങൾ. അപ്പ എന്ന് വിളിക്കാൻ മക്കളില്ലാത്തവൻ, സാരമില്ലാത്തവൻ സാന്ത്വനപ്പെടുത്താൻ ഒരു സഖിയില്ലാത്തവൻ, വള്ളത്തിന്റെ അമരങ്ങളിൽ അന്തിയുടയവൻ. സഹനത്തിന്റെ യാത്ര, ഏറ്റവും വലിയ സഹനം അവനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് ക്രിസ്തുവിന്റെ വലിയൊരു സഹനമായിരുന്നു. അവനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൻ പറയുന്നത് മനസ്സിലായില്ല ശിഷ്യന്മാർക്ക് പോലും. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും വലിയ നൊമ്പരം, നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വലിയ ഒരു നൊമ്പരമല്ലേ. ഭർത്താവ് തെറ്റുപറ്റി ഭാര്യ പരുഷമായിട്ട് പറയുമ്പോൾ ഭർത്താവ് വരുന്നു, എടി അറിയാതെ പറ്റിയതാ, മാപ്പാക്കണം. ഭാര്യ വരുന്നു, പോടോ കള്ളക്കണ്ണീർ ഒലിപ്പിക്കാതെ. തെറ്റുപറ്റിയ ഭാര്യ മാപ്പാക്കണം, പോടി മുതലക്കണ്ണീർ ഒഴിക്കാതെ. അപ്പൊ നമ്മള് എന്തു ചെയ്താൽ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, വാർദ്ധക്യത്തിൽ കാരണവന്മാരെ മക്കളും മരുമക്കളും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഒരു കുരിശ. കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഒരു കുരിശ്, രോഗം വരുമ്പോൾ കുരിശ്, ഓരോരോ കുരിശ് വരുമ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു നൊമ്പരമാണ്. ഞാൻ 2 വർഷം മുമ്പ് ക്രിസ്തുമസിന് ഞങ്ങളുടെ പള്ളിയിൽ അതിമനോഹരമായ ഒരു പുൽക്കൂടുണ്ടാക്കി, ക്രിബ്. അപ്പൊ അവിടെ എന്റെ കൂട്ടുകാരൻ അച്ഛൻ ജർമ്മനിയിൽ നിന്നും കോമ്പളാൻപോയി പോലുള്ള ഒരു ഉണ്ണിയേശുവിനെയും യൗസേപ്പ്, മറിയം, ഒട്ടകവാഹന, മൈലേകുയില് എല്ലാത്തിനെയും തന്നു. മനോഹരമായ ക്രിബ് ഒരുക്കിയപ്പോൾ എനിക്ക് വലിയൊരാഗ്രഹം, ആ ക്രിബിൽ ഉണ്ണിയേശു ഒരു ഹൃദയത്തിൽ പിറന്നു കിടക്കണം. എത്ര നോക്കിയിട്ടും ഹൃദയം ഉണ്ടാക്കിയിട്ട് ഒക്കുന്നില്ല. ഇടുക്കി ജില്ലയിൽ ഒരു മഠത്തിൽ തലേവർഷം ക്രിസ്മസിന് ക്രിബ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉണ്ണിയേശു കിടന്നത് ഒരു ഹൃദയത്തിലാണ്. ഞാൻ അവിടുത്തെ ഡോക്ടർ കന്യാസിനോട് ചോദിച്ചു, സിസ്റ്ററെ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഹൃദയം അവിടെ തന്നെ ഉണ്ടോ അതോ കളഞ്ഞോ? സിസ്റ്ററിന്റെ ഹൃദയം ഉണ്ടെച്ചാൽ ഗോഡൌണിൽ കിടക്കുക, എടുത്തോണ്ട് പോകോളാൻ പറഞ്ഞു. ഞാൻ കൂട്ടുകാരനെ കാറും കൊണ്ട് അവിടെ ചെന്നു. ഹൃദയം കാറെ കയറ്റി. വളവ് പൊളവ് കത്തറ കുന്നേ കൂടി ചാടിച്ചാടി വന്നപ്പോൾ ഹൃദയത്തിന്റെ അറ്റം ഏകോടിച്ച് കിളിച്ചുണ്ടമാങ്ങ പോലെ ഇങ്ങനെ ആയിപ്പോയി. 24-ന് ക്രിപ്പുണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തു. അപ്പം അകത്ത് ചെന്ന് ഈ ഹൃദയം എടുത്തുകൊണ്ടുണ്ട് തെർമോക്കോളും പഞ്ഞിയും ചേർത്ത് ചുവന്ന ചായം പൂശി നൂൽക്കമ്പിയെ തൂക്കിയിട്ടു. എനിക്ക് തന്നെ തോന്നി, യഥാർത്ഥ ഹൃദയത്തെക്കാൾ ഷേപ്പ് ഞാൻ ഉണ്ടാക്കിയ ഹൃദയത്തിന്. നിർവൃതിയോടെ ഞാൻ വന്നിരുന്നു. ഇപ്പം ഉണ്ണിയേശുവിന്റെ ഒരു സ്റ്റാച്യു വെക്കും, അത് രാത്രി വെച്ചാൽ മതിയല്ലോ. ഇപ്പം പള്ളിയിലെ അച്ഛൻ ഈ ആശ്രമത്തിലെ ക്രിബ് വലുതാണെന്ന് കണ്ട് കാണാൻ ഇതെല്ലാം കണ്ടേച്ച് വന്നു. നാരങ്ങാവെള്ളവും കുടിച്ച് ഓറഞ്ചും കുടിച്ച് തിന്നുക. അച്ഛൻ ഹൃദയഭേദമായ ചോദ്യം എന്നോട് ചോദിച്ചു. എന്റെ സർവ്വ നാടിഞ്ഞരമ്പുകളും തളർന്നുപോയ ഒരു ചോദ്യം. ഇതിലെ കലാകാരൻ അന്ധവിശ്വാസം വെച്ച ചോദ്യം. അച്ഛൻ ചോദിച്ചു, ജോസഫച്ച, ഈ വർഷം ഉണ്ണിയേശു കശുമാങ്ങാടെ അകത്താണോ പിറക്കാൻ പോകുന്നത്? എന്ത് കഷ്ടപ്പെട്ട ഹൃദയം ഉണ്ടാക്കിയെന്ന് എനിക്ക് മാത്രം അറിയാം. അത് കശുമാങ്ങ എന്ന് പറഞ്ഞാൽ അതൊരു നൊമ്പരം. ജീവിതത്തിൽ ചില കാര്യം ചെയ്യുമ്പോൾ അതുപോലെ പിടിയിട്ടെങ്കിൽ നൊമ്പരം. യേശുവിന് നൊമ്പരമായിരുന്നു. അവനെ ആരും ശരിക്കും മനസ്സിലാക്കിയില്ല. ജീവിതാന്ത്യത്തിൽ 3 മരണങ്ങളിലൂടെ അവൻ കടന്നുപോയി. ക്രിസ്തുവിന്റെ ജീവിതാന്ത്യത്തിൽ 3 മരണങ്ങൾ. 1, മാനസിക മരണം. മാനസിക മരണം. അവൻ രക്തം വീർത്തു, മനസ്സ് തളർന്നു, സ്വപ്നങ്ങൾ പൊഴിഞ്ഞു. രക്തം വീർക്കുന്ന വിധത്തിൽ മനസ്സ് മരവിച്ചു പോയി. മാനസിക മരണം. 2, ആത്മീയ മരണം. ദൈവമില്ലേന്ന് തോന്നിപ്പോയി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അത് ആത്മീയ മരണം. 3, ശാരീരിക മരണം. അവൻ കുരിശിൽ തന്റെ പ്രാണനെ വെടിഞ്ഞു. 3 മരണാനുഭവങ്ങളുടെ കടന്നുപോയി. മാനസിക മരണം, ആത്മീയ മരണം, ശാരീരിക മരണം. 3 മരണാനുഭവങ്ങളിലൂടെ ക്രിസ്തു കടന്നുപോയി. ഇതായിരുന്നു ക്രിസ്തുവിന്റെ സഹനം.
ഞാൻ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ സഹനം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹനം ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതമാണ്. വ്യക്തിപരമായിട്ട് 950കളുടെ അവസാനം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്തു നിന്നും അപ്പൻ, അമ്മ, 16 വയസ്സുള്ള മൂത്ത മകൾ, 11 വയസ്സുള്ള രണ്ടാമത്തെ മോൻ, 9 വയസ്സുള്ള മൂന്നാമത്തെ മകൾ, 4 വയസ്സുള്ള ഇളയ മോൻ, 4 മക്കളുമായി കുടിയേറി. അപ്പൻ പട്ടാളത്തിൽ മിലിറ്ററി കോട്ടായി കിട്ടിയ 5 ഏക്കർ സ്ഥലം സൈനികർക്ക് കിട്ടിയത്. അപ്പൊ അവിടെ താമസം ആരംഭിച്ചു. 2 വർഷങ്ങളായി കൃഷി പച്ച പിടിച്ചു. സ്വപ്നങ്ങൾ മുട്ടിട്ട് തുടങ്ങി. പെട്ടെന്ന് പ്രായമായവർക്ക് ഒരു മാരകരോഗം, മലമ്പനി. ഒരുപാട് പേര് മരിച്ചുപോയി. 20 താഴെ പ്രായമുള്ള ചെറുപ്പക്കാർക്ക് വന്ന പകർച്ചവ്യാധി, കരട് ദ്രവിക്കുക, ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുക. അന്ന് നാട്ടുവൈദ്യന്മാരും കണിയാന്മാരും ഉള്ളൂ. ഒരു ജനുവരിയിൽ 16 വയസ്സുള്ള മൂത്ത മകൾക്ക് ഈ മാരകമായ രോഗം ബാധിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ 11 വയസ്സുള്ള മോനും. 2 പേരെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. അമ്മ വീട്ടുകാര് കാഞ്ഞിരപ്പള്ളിയിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് മൂത്തയാളെ അവിടെ വെച്ച് മരിക്കുന്നു. തൊട്ടു പിന്നാലെ 9 വയസ്സുള്ളപ്പോൾ ഒരു ജനുവരിക്കും പിറ്റേ ഒക്ടോബറിനും ഇടയിൽ 10 മാസങ്ങൾക്കിടയിൽ 16ഉം 11ഉം 9 വയസ്സുള്ള 3 മക്കൾ മരിച്ചുപോയ എന്റെ അപ്പനും അമ്മയും എന്നേക്കാൾ 4 വയസ്സിന് മൂത്ത ഒരു ജ്യേഷ്ഠൻ മാത്രം അവശേഷിച്ചു. അമ്മയുടെ 40 വയസ്സിന്റെ കാലങ്ങളിൽ എന്റെയൊക്കെ ജന്മം. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗിക്കാൻ വേണ്ടി അമ്മയെ പലരും വിളിക്കും. അങ്ങനെ പോകുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ അമ്മയും അപ്പനെയും കൂടി പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ പ്രസംഗം കേട്ടിട്ട് കയ്യെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് പറയുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നെ മാറ്റി നിർത്തി പറയും, മോനെ അധികം ഞെളിഞ്ഞേക്കരുത്. 3 മാലാക കുഞ്ഞുങ്ങൾ മുമ്പേ പോയതുകൊണ്ടാണ് നിനക്കിങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു വരം കിട്ടിയത്. മോനെന്ന് അച്ഛനായി കണ്ട് അധികം പേരുദോഷം കേൾപ്പിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. ഇതായിരുന്നു അമ്മയുടെ വാക്ക്. എന്റെ പട്ടം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞായിരുന്നു അമ്മയുടെ മരണം. അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 12 വർഷം. ഇപ്പം ജീവിതത്തിൽ എനിക്കൊരു ഉറപ്പ്, കുരിശ് കഴിയുമ്പം ദൈവം തരുന്ന ഒരു കിരീടമുണ്ട്. കാരണം ദൈവത്തിന്റെ സ്വഭാവം ഒന്നിൽ മറ്റൊന്ന് ഒളിച്ചു വെക്കും, ഒന്നിൽ മറുപുറം ഒളിച്ചു വെക്കും. ഉദാഹരണം, അനങ്ങാത്ത മുട്ടയുടെ അകത്താണ് ആടുന്ന മയില്. ദൈവത്തിന്റെ സ്വഭാവം. അനങ്ങാത്ത മുട്ടയുടെ അകത്ത് ആടുന്ന മയില്. ഉണക്ക വിത്തിൽ പച്ചമരം, കളിമണ്ണിൽ മൺകലം, സകനത്തിൽ സമ്മാനം. അതല്ലേ ഒരു വേളയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ദൈവത്തിന്റെ സമ്മാനമുണ്ട്. സകനങ്ങളിൽ വേദനകളിൽ അങ്ങനെ ജീവിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, വലിയ സകനം വന്നോ ഓർത്തുകൊള്ളുക, ഒരു വലിയ അനുഗ്രഹം, കൃപ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ചെറിയ സകനമാണോ ഒരു ചെറിയ കൃപ വരും. വലിയ സകനമാണോ ഒരു വലിയ കൃപയും ദൈവം നമുക്ക് ഒരുക്കി തരും. 7ാം ക്ലാസ് പാസ്സായാൻ എളുപ്പമാ, പാസ്സായാൽ 8ലേക്ക് കയറും. +2 കടുപ്പമാ, അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ്. IAS IFS വളരെ ടഫാ, അത് കഴിയുമ്പം ഏറ്റവും വലിയ പ്രൊമോഷൻ. ചെറിയ സഹനം കഴിഞ്ഞ് ചെറിയ പ്രൊമോഷൻ, വലിയ സഹനം കഴിഞ്ഞ് വലിയ പ്രൊമോഷൻ. ഇതല്ലേ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ രീതികളും. പലപ്പോഴും സഹനം വരുമ്പോൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ബുദ്ധി കൊണ്ട് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. നമ്മുടെ ഏറ്റവും വലിയ സ്വകാര്യ സ്വത്ത് ഈ ശരീരമാണ്. ഏത് ഷേപ്പിലും കൊണ്ടു നടക്കാം ഈ ശരീരത്തെ. ക്രിക്കറ്റ് താരങ്ങള്, ഫുട്ബോൾ സ്റ്റാറുകളെ നമ്മൾ കാണാറുണ്ട്. അവര് ദേഹത്ത് പല്ലി, മുതല, കാട്ടുപന്നി, ഓന്ത് എല്ലാത്തിന്റെയും മുഖം പച്ച കുത്തി വെക്കും. എങ്ങനെയും കൊണ്ടു നടക്കാം, സ്വന്തം അവകാശം ദേഹം. അമേരിക്കൻ ചിലപ്പം കാണാം കറണ്ടി പെണ്ണുങ്ങളുടെ തലയിൽ 5 നിറം മുടി, നീലമുടി, പച്ചമുടി, മഞ്ഞമുടി, ചുവന്ന മുടി, കറുത്ത മുടി, ഏതെല്ലാം ടൈപ്പാണ്. ഒരു യുവതിയെ കണ്ടു, ബ്ലൗസ് ഇട്ടിട്ട് കൈ ഇറക്കി കച്ചവും കുത്തി പിടിച്ച് നടക്കുന്നു. പിന്നെ തയ്ക്കാതിരുന്ന പോരായിരുന്നു. ഏതെല്ലാം ആ ടൈപ്പ്, എന്തെല്ലാം ടൈപ്പ്. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റേ ചെറുപ്പക്കാരാമ്പിള്ളാര് മുടി എന്തെല്ലാം ഷേപ്പാ. കുടിമ പോലെ തക്കടിച്ച്, മഷ്റൂം, അമ്പല്ല, സ്പൈ, ന്യൂജൻ, പഴഞ്ചൻ, ഏതെല്ലാം രീതിയിലാണ് മുടി നടക്കുക. ചില ആമ്പിള്ളാരെ കണ്ടാൽ തോന്നും കുട്ടനാടിലെ കച്ചിക്കച്ചവടക്കാരനാണ് ഇങ്ങനെ പടപ്പിച്ചിട്ട് നടക്കുന്നതാണ്.
ഒരുത്തൻ ബാർബർ ഷാപ്പിൽ ചെന്നു, ബാർബർ എന്റെ മുടിയെന്ന് വെട്ടണം. ബാർബർ ചോദിച്ചു ഏത് മോഡൽ? ന്യൂജൻ, മഷ്റൂം, അമ്പല്ല. അവൻ പറഞ്ഞു മോഡൽ ഏതായാലും വേണ്ടിയല്ല, എന്റെ പെമ്പർ നോക്കി പിടിക്കാൻ നീളം കിട്ടരുത്, ആ പരുവത്തിൽ വിട്ടതുള്ളൂ. ഇപ്പൊ എങ്ങനെയും മുടി കൊണ്ട് നടക്കാം, ദേഹം കൊണ്ട് നടക്കാം. പക്ഷെ നമ്മുടെ ദേഹത്തെ കുറിച്ച് നമുക്ക് ഉത്തരവുണ്ടോ? ഈ ശരീരത്തെ കുറിച്ച് ജനിക്കുമ്പോൾ ദൈവം തമ്പുരാൻ എല്ലാ അവയവങ്ങളും തന്നു. കൈ, കാല്, കണ്ണ്, കാത്, മൂക്ക്, നടുവ്. തരാത്ത ഒറ്റ അവയവം. ജനിച്ചപ്പോൾ ഇല്ലാത്ത അവയവം പല്ല്. വായിൽ പല്ലില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ മുട്ടുപോലെ കുമ്പളങ്ങാക്കുരു പോലെ വായിൽ പല്ല് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനം എന്ന പല്ല് മൂടേ പറഞ്ഞു പോയി. വീതിയുള്ള പലകപ്പല്ല് മത്തങ്ങാക്കുരു പോലെ വായിൽ സ്ഥാനം പിടിച്ചു. ചില ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ മോണിക്ക് പഴുപ്പ്, പല്ലിന് പുളിപ്പ്, നെടുകണ്ട തരിപ്പ്, കുരുക്കുഞ്ഞാൽ മരപ്പ്. ചില ആൾക്കാർ പറയും എന്റെ അച്ഛാ വല്ലാത്ത പല്ലുവേദന, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഭാഗ്യത്തിന് പല്ലായതുകൊണ്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുകയല്ല, കൈ കൂപ്പി പ്രാർത്ഥിക്കാവോ? പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ ദൈവമായ കർത്താവേ, എന്റെ വിരലിലെ നഖം നീ നീട്ടി വരുമ്പോൾ നഖം വെട്ടി വെച്ച് ടിപ്പ് ടപ്പൊക്കെ വെട്ടി നിർത്താം. അതുപോലെ കേടുമ്പോഴും പുത്തും പൊളിപ്പുമുള്ള സകലമാന പല്ല് നീ നീട്ടി താഴത്തേക്ക് വിട്ടാൽ ഒരു പല്ല് വെട്ടി നിർത്താം. ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ധ്യാനിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മനുഷ്യൻ ജനിക്കുമ്പോൾ പല്ല് പിന്നെ കിടക്കുന്ന പറയുന്നു, രഹസ്യവശം വല്ലതും ഉണ്ടോ? ഡോക്ടർ ജോസഫ് വെച്ച ഇതുകൂടി കൊനസ്റ്റ് ചോദ്യം ചോദിക്കല്. പറിക്കാൻ പറഞ്ഞാൽ പറിക്കും, അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കും, വെക്കാൻ പറഞ്ഞാൽ വെക്കും. ദന്ത ഡോക്ടർക്ക് പോലും പല്ലിനെ കുറിച്ച് ഉത്തരവില്ലെങ്കിൽ നിസ്സാരപ്പെട്ട പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ഉത്തരവില്ല. അവിടെ ചുമ്മാ പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമത്തിന് സ്തുതി. ഇതാണ് കുരിശിന് മുമ്പിലെ നമുക്കുള്ള സമർപ്പണം എന്ന് പറയാം. പിന്നെ തമ്പുരാൻ ഒരു പ്രത്യേകതയാണ്, സഹിക്കാൻ കഴിവുള്ളവർക്ക് പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. സഹിക്കാനും കഴിയില്ലേ, ആ സഹനം അവൻ കുരിശിൽ ഏറ്റെടുക്കും. അതാണ് ക്രിസ്തുവിന്റെ പ്രത്യേകത. നന്നായിട്ട് സഹിക്കാൻ കഴിവുള്ള അമ്മയ്ക്ക് പിന്നെയും കുരിശ് തരും. കാരണം ആരെങ്കിലും സഹിച്ചാലേ ലോകത്തിന്റെ പാപങ്ങൾ വിശദീകരിക്കപ്പെടൂ. ആരെങ്കിലും നൊന്താലേ ഈ ലോകത്തിൽ ചെറിയ നന്മകൾ, ചെറിയ ഭാഗ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഓരോ സഹനവും ഒരു പരിധി കഴിയുമ്പം അത് നിർത്തും. എറണാകുളത്ത് നിന്നും തൃശ്ശൂരിന് നമ്മൾ പോകുമ്പോൾ എടപ്പള്ളി എന്നൊരു സ്ഥലം, അവിടെ ടോൾ ഗേറ്റ് എന്നൊരു സ്ഥലമുണ്ട്. ആ ടോൾ ഗേറ്റ് കഴിയുമ്പോൾ വലതുവശത്ത് ഒരു ഹോട്ടൽ. ആ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ അൺലിമിറ്റഡ് ഫുഡ് സർവീസ്. പരിധിയില്ലാതെ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടൽ. 11 മുതൽ 3 വരെ നല്ല വെള്ളച്ചോറ്, പച്ചമോര്, ചെറിയ മത്തിയല്ല നത്തോലി പീന, ചെറിയ പയറുതോരൻ, പച്ചക്കറി, അല്പം അച്ചാർ. 25 രൂപ കൊടുത്താൽ എത്ര റൗണ്ട് വേണേലും ചോറും മോരും കിട്ടും. പക്ഷെ മീനും മറ്റും വേണമെങ്കിൽ പിന്നെയും 25 രൂപ കൊണ്ട് ആൾക്കാർ എല്ലാം ഉള്ളുമ്പോൾ ഇത് നോക്കി ഞൊണഞ്ഞോണ്ട് ബാക്കി കൊണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കഴിക്കണമെന്നാണ്. അപ്പൊ 5-6 കുഴഞ്ഞ പിള്ളേര് ഈ ഹോട്ടലിൽ കയറി ഒരുത്തൻ 6 റൗണ്ട് ചോറ് ചോദിച്ചപ്പം സപ്ലൈർ പറഞ്ഞു, മോനെ 6 റൗണ്ട് ആയല്ലോ, നീ നടന്നില്ലേ? അവൻ പറഞ്ഞു, അങ്കിൾ അൺലിമിറ്റഡ് ഫുഡ് സർവീസ് അല്ലേ, കുറെ കൂടെ പോരട്ടെ. അപ്പൊ അങ്കിൾ പറഞ്ഞു, പൊന്നു മോനെ അൺലിമിറ്റഡ് ഇല്ലടാ, ഒരു ലിമിറ്റൊക്കെ, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ. എല്ലാ സഹനത്തിനും ദൈവം വെക്കുന്നൊരു പരിധിയുണ്ട്, അത് കഴിഞ്ഞ് വരികയല്ല. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തിനു വേണ്ടി സഹനം എന്ന് ചോദിക്കുമ്പോൾ ബൈബിൾ തരുന്ന 5 ഉത്തരങ്ങളിലേക്ക് ഈ രാത്രിയിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എന്തിനു വേണ്ടി സഹനം എന്ന് ചോദിച്ചാൽ ബൈബിൾ തരുന്ന 5 ഉത്തരങ്ങൾ. 1, ഉപരി നന്മയ്ക്ക് മുമ്പ് കർത്താവ് നമുക്ക് സഹനം തരും. ഒരു വലിയ നന്മയുടെ മുമ്പ് കർത്താവ് സഹനം തരും. യോഹന്നാൻ 12:24. യോഹന്നാൻ 12:24. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് ഫലം പ്രവഹിക്കുകയില്ല. നിലത്ത് വീണഴിയാലോ 100 മേനി കൊയ്ത്തുത്സവം. നിലത്ത് വീണഴിയാൽ 100 മേനി കൊയ്ത്തുത്സവം. ഒരു ഗോതമ്പ് ചെടി ആകുന്നതിന് മുമ്പ് ഒരു സഹനമുണ്ട്, അഴുകുക എന്ന ഒരു ഇടവേളയുണ്ട്. അത് കഴിഞ്ഞേ ഗോതമ്പ് ചെടി ഉണ്ടാകും. നവജാത ശിശുവിന്റെ ചിരിക്കുന്ന മുഖമെന്ന ഒരു ഉപരി നന്മ, അതിന് മുമ്പ് ഒരമ്മയുടെ പ്രസവ വേദന എന്ന ഇടക്കാല അനുഭവം. ഒരു ഓടക്കൊള്ളുന്ന ഉപരി നന്മ, അതിനു മുമ്പ് ഈറ്റക്കമ്പിൽ
9 ദ്വാരം വീഴുന്ന ഇടക്കാല നൊമ്പരം. ഇടക്കാല നൊമ്പരം. നല്ല നക്ഷത്രങ്ങൾ പണിയിട്ടക്കമ്പിൽ മനുഷ്യൻ കടലാസ് ഒട്ടിക്കും. ആ നക്ഷത്രം ഉണ്ടാകുമ്പോൾ അതിന്റെ പിറകിൽ വെട്ടിക്കൂട്ടിക്കപ്പെട്ട ഈറ്റക്കമ്പുകളുടെ നൊമ്പരമുണ്ട്. ഇപ്പൊ ഒരു നന്മയ്ക്ക് മുമ്പ് ഒരു സഹനം. ഓർക്കുക, അകാരണമായൊരു സഹനം നിങ്ങൾ ഉള്ളിൽ തോന്നുന്നുണ്ടോ? ഓർക്കണം, ഒരു ഉപരി നന്മ ഇതിന്റെ പിന്നാലെ വരും. ഒരു നന്മ പുറകെ വരും. ഓരോ സഹനവും വരുമ്പോൾ നമ്മളെ ചിന്തിക്കണം. ചിന്ത ദൈവികമാകണം, മാനുഷികമാകരുത്. ഇപ്പൊ എന്ത് സഹനം കഴിയുമ്പോഴും ഒരു ഉപരി നന്മ. കുഞ്ഞുങ്ങളെ കുറിച്ച് ഒത്തിരി കരഞ്ഞ അപ്പനമ്മമാര് ആ മക്കളെ കൊണ്ട് പിന്നീട് ഒരുപാട് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷിക്കുന്നത്. കുരിശ് വരുമ്പം തളരരുത്, വാടരുത്. ക്രൂശിനോടൊപ്പം നിന്ന് ആ താൽക്കാലിക സഹനത്തെ, ഇടവേളകളെ അതിജീവിച്ച് കരുത്തോടെ കടന്നു പോകാൻ നമുക്ക് എത്തണം. ഇപ്പം ഉപരി നന്മയ്ക്ക് മുമ്പ് ദൈവം നമുക്ക് സഹനം തരും. ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്ന ജേതാവിന് ഒളിമ്പിക്സ് മത്സരമെന്ന സഹനത്തിലൂടെ കടന്നു പോകണം. ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷ എന്ന സഹനത്തിലൂടെ കടന്നു പോകണം. അത് കഴിയുമ്പോൾ ഒരു ഉപരി നന്മയിലേക്ക് നമ്മൾ കടന്നു വരും. 2, ദൈവം നമുക്ക് സഹനം തരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ദൈവത്തെ കാണാൻ ദൈവം സഹനം തരും. ദൈവത്തെ കാണാൻ ദൈവം സഹനം തരും. ഒരുപാട് വേദനകളും ഒത്തിരി നൊമ്പരങ്ങളും വരുമ്പോൾ നമ്മൾ ക്രൂശിനെ നോക്കും, കുരിശിലേക്ക് നോക്കും. മനുഷ്യന് 3 സ്വഭാവമുണ്ട്. 1, തിരിയുക. 2, പിന്തിരിയുക. 3, വീണ്ടും തിരിയുക. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. ചിലപ്പോൾ ഒരു ആനന്ദത്തിൽ കർത്താവിലേക്ക് തിരിയും. കുറെ സുഖവും സന്തോഷവും കൂടുമ്പം ദൈവത്തെ മറക്കും, പിന്തിരിയും. പിന്നെ ഒരു തകർച്ച വരുമ്പോൾ വീണ്ടും തിരിയും. തിരിയുക, പിന്തിരിയുക, വീണ്ടും തിരിയുക. അപ്പം ദൈവത്തിലേക്ക് കാണാനുള്ള ഒരു വഴിയാണ്, വീണ്ടും തിരിയാനുള്ള ഒരു വഴിയാണ് സഹനം. നമ്മൾ കാണുന്നു അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ഈശ്വരീയും തീവ്രവാദിയുമായ സൗൾ ദമാസ്കസിന്റെ തെരുവീഥികളിൽ ഒരു കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു നിമിഷം ഒരു പ്രകാശത്തിന്റെ ബന്ധിയായി താഴെ വീണു. സാവൂളിന്റെ കണ്ണുകളിൽ അന്ധകാരം വ്യാപിച്ചു, അന്ധത വ്യാപിച്ചു. അങ്ങനെ വ്യാപിച്ചപ്പോൾ ആ സാവൂൾ ക്രിസ്തുവിനെ എല്ലാം ഉള്ളപ്പോഴല്ല, എല്ലാം തകർന്ന് കണ്ണിൽ അന്ധത വന്നപ്പോൾ സാവൂൾ കണ്ടു. ഒരു വീട്ടിൽ ഒരു മനുഷ്യന് മാരകമായ രോഗം വരുമ്പോൾ വീട്ടുകാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വന്ന് കണ്ടിട്ടുണ്ട്. ഒരു മരണം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കും. തകർച്ചകൾ, നൊമ്പരങ്ങൾ ദൈവത്തെ കാണാനുള്ള വഴിയായി ദൈവം തരും. നിരീശ്വരവാദിക്കൊന്നും പ്രശ്നമല്ല. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ച് തകർച്ചകൾ, നൊമ്പരങ്ങൾ ദൈവത്തെ കാണാൻ വിളി, വീണ്ടും തിരിയാണ് വിളി. 1, ഉപരി നന്മയ്ക്ക് വേണ്ടി. 2, ദൈവത്തെ കാണാൻ വേണ്ടി. 3, സഹനം നമുക്ക് തരുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവരാകാൻ. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവരാകാൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. യോഹന്നാൻ 15, 1 മുതൽ 10 വരെ. അവിടെ പറയുന്നു, ഫലം തരാത്ത മുന്തിരിയെ വെട്ടി തീരെറി ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി വെട്ടി ഒരുക്കും. നമ്മൾ 2 മുന്തിരിച്ചെടി വെച്ചു. 1 നട്ടിട്ട് പിന്നെ നോക്കിയില്ല, അത് കാട്ടുമുന്തിരി പോലെ പടർന്നു പോയി. മറ്റൊരു മുന്തിരി ചൂടിൽ നിന്ന് കോഴിച്ചോര ഒഴിച്ചു കൊടുത്ത് അനാവശ്യമാകുന്ന നുള്ളിൽ കഴിച്ച് സൂക്ഷിച്ചു. അതിലാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക. ദൈവം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം നമുക്ക് സഹനങ്ങൾ തരും. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച മക്കൾ ജോലി കിട്ടി ആദ്യ ശമ്പളം കിട്ടുമ്പോൾ പള്ളികളുടെ കൂടെ ഏൽപ്പിക്കാറുണ്ട്. ഞങ്ങളെ പോലെ കഷ്ടപ്പെട്ട വല്ലവരെയും പഠിപ്പിക്കണം. സഹിച്ചവർക്കറിയാം സഹനത്തിന്റെ വില, വേദനിച്ചവർക്കറിയാം വേദനയുടെ വില. അപ്പം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ, ഫലം നമ്മളിലൂടെ പുറപ്പെടുവിക്കുവാൻ ദൈവം നമുക്ക് സഹനം തരും. പ്രത്യേകിച്ച് ഒത്തിരി സഹിക്കുമ്പോഴാണ് കൃപയോടുകൂടിയുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുക. ദശാംശം കൊടുക്കാനാണേലും, ദൈവത്തിന് സമയം കൊടുക്കാനാണേലും, തമ്മിലോട് ഇരിക്കാനൊക്കെ ആണേലും സഹിച്ചവർ ചെയ്യും. നല്ല കാശുള്ളവര് എത്രയുണ്ടെങ്കിലും കൊടുക്കാതെ പിശുക്കി പിടിക്കുമ്പോൾ സഹിച്ച മനുഷ്യർ തമ്മിലാണ് കൊടുക്കുന്ന കാണാം. നമുക്കറിയാം, ചിലരുണ്ട് പള്ളിക്കും അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ ഒരു 100 രൂപ കൊടുത്തേക്കാം
എന്ന് കഴിവുള്ളവർ. ചിലവർ ഒത്തിരി പേരുണ്ടല്ലോ, ഞാൻ 10 കൊടുക്കുന്നുള്ളൂ. ചിലർ പറയും ഇത്ര പേരുണ്ട്, ദൈവം എനിക്ക് നന്മ തന്നു, ഞാൻ പരമാവധി ഒക്കെ കൊടുക്കും. ഒരമ്മയും 6 വയസ്സുള്ള മോനും ഞായറാഴ്ച പള്ളിയിലെ കർമ്മം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു, മോനെ എന്നാ ഉണക്ക പള്ളിയാ, പ്രാർത്ഥനയ്ക്ക് ശബ്ദമില്ല, ഓർഗന് പകിട്ടില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലം, എന്തൊരു ഇടപാടാ. പിന്നെ മോന്റെ മറുപടി, എന്റെ അമ്മ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട് കാണുന്നുണ്ട് കൊടുക്കുന്നത്. അപ്പോ ഉള്ളവർ കൊടുക്കും, സഹിച്ചവർ കൂടുതൽ കൊടുക്കും, സഹിക്കാത്തവർ പിശുക്കി പിടിക്കും. കൂടുതൽ ഫലം പ്രകടിപ്പിക്കുവാൻ ദൈവം നമുക്ക് സഹനം തരും. വീണ്ടും 4ാമത് സഹനത്തെ കുറിച്ച് പറയുന്നത്, കൂടുതൽ മനക്കെട്ടിയുള്ളവരാകാൻ ദൈവം നമുക്ക് സഹനം തരും. കൂടുതൽ മനഃശക്തി ഉള്ളവരാകാൻ ദൈവം നമുക്ക് സഹനം തരും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ. പള്ളക്കഴുകൻ അതിന്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. ചുണ്ടിൽ കുഞ്ഞിനെ വഹിക്കുകയും കുടഞ്ഞെറിയുകയും ചെവിയിൽ വഹിക്കുകയും ചെയ്യുന്ന അമ്മക്കഴുകനെ പോലെ. ഈ ഒരു വചനം മനസ്സിലാകണമെങ്കിൽ കഴുകനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ അല്പം നമ്മളൊന്ന് അറിയണം. എന്താണ് കഴുകന്റെ പ്രത്യേകതയെന്ന്? കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിന്റെ ഉന്നത ശിഖരത്തിൽ, വൃക്ഷത്തിന്റെ ഏറ്റവും മൃദു കൊമ്പിൽ കഴുകൻ കൂടുമനെ. പുറത്ത് മുള്ളിന്റെ വള്ളി, അകത്ത് വൈക്കോൽ, പഴന്തുണി, പഞ്ഞി. ഇതിനകത്ത് മുട്ടയിടും. 21 ദിവസം അടയിരിക്കും. 21-ാം ദിവസം കുഞ്ഞു കഴുകൻ തോട് കുത്തി പൊട്ടിച്ച് സാവധാനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളക്കഴുകൻ പറന്നു നടന്ന് പോഷകാംശമുള്ള ഭക്ഷണം മുഴുവൻ ശേഖരിച്ച് വായിൽ വെച്ച് ചവച്ചരച്ച് ജ്യൂസ് പോലാക്കിയിട്ട് കുഞ്ഞിന്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്നത് പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 40 ദിവസമാകുമ്പം മേഞ്ഞ് മുഴുകും, പപ്പ് മുളയ്ക്കും, ചിറകുറയ്ക്കും. എന്നാലും കുഞ്ഞ് പറക്കാൻ പോവുകയല്ല, അതിങ്ങനെ ഇരിക്കും. 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് തൂക്കം അങ്ങോട്ട് കൂടും. തൂക്കം കൂടുമ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പുറത്തെ മുള്ള അകത്തേക്ക് കുത്തിക്കയറും. അങ്ങനെ കുത്തിക്കയറുമ്പോൾ വേദന ചെയ്യാമെന്നത് കുഞ്ഞ് കൂടിന്റെ പക്കത്ത് കൊണ്ടിരിക്കും. പള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചൂണ്ടുകൊണ്ട് കുഞ്ഞിനെ കുത്തിയെടുത്തിട്ട് ആകാശത്തിന്റെ അനന്തതയിലേക്ക് പറന്നുയരും. അങ്ങ് മോടി ചെന്നിട്ട് ഒറ്റ കുടച്ചിൽ. ചുണ്ടേറ്റ് പിടി വീഴുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട് വീഴുന്ന വഴിക്ക് കുഞ്ഞുകഴുകൻ ഓർക്കും, വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞുകഴുകന്റെ 10 ഇരട്ടി വേഗത്തിൽ തള്ളക്കഴുകൻ താഴത്തേക്ക് ഓടിയിട്ട് പറന്നിറങ്ങും. വിസിരി പോലെ വിശാലമായ ചിറക് മുറം പോലെ വിരിച്ചു പിടിക്കും. തലയും കുത്തി വീഴുന്ന കുഞ്ഞുകഴുകൻ അമ്മയുടെ ചിറകല്ല പതിക്കുക. 8 പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ പറക്കാനും പതയ്ക്കാനും കുഞ്ഞുകഴുകൻ പഠിക്കും. അമ്മക്കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. ചില വീഴ്ചകൾ, ചില വിജയങ്ങൾ, ചില കണ്ണുനീരുകൾ, ചില പുഞ്ചിരികൾ, ചില കടബാധ്യതകൾ, ചില സാമ്പത്തിക ലാഭങ്ങൾ, ചില സൽപ്പേരുകൾ, ചില ദുഷ്പേരുകൾ എന്തും വരും. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഓശാനയുടെ ജൈവിളിയും ദുഃഖവെള്ളിയുടെ കൊലവിളിയും ഒരുപോലെ സ്വീകരിക്കുന്നവനാ ക്രൈസ്തവൻ, സ്വീകരിക്കേണ്ടവനാ. ഓശാനയുടെ ജൈവിളിയും ദുഃഖവിളിയുടെ കൊലവിളിയും ഒരുപോലെ വരുമ്പോൾ അതിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നു. അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണല്ലോ ഈ പരിപാലന നമ്മളെല്ലാവരും എത്രമാത്രം അനുഭവിച്ചു വരാം. തിരിഞ്ഞു നോക്കിയാൽ പരിപാലനയുടെ ചരിത്രമല്ലേ ജീവിതം മുഴുവൻ. ഞാന് ജനിച്ചു വളർന്നു ഇടുക്കിയില്ല. കട്ടപ്പനയെടുത്ത് വലിയ ഗോവാള്, ഗ്രാമീണ ജീവിതം. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി ഭയങ്കരമായ കഷ്ടപ്പാടുകളും. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ചെരുപ്പ് ഇട്ടിട്ടില്ല. അതിന് ചെരുപ്പ് മേടിക്കാൻ അപ്പനും അമ്മയ്ക്കും കാശില്ല. കഷ്ടപ്പാട് കണ്ടുപിടിച്ചു. അവരിട്ടിട്ടില്ല, ഞാനും ചെരുപ്പ് ഇട്ടിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരെ ഷൂസും നല്ല ചെരുപ്പ് വരുമ്പോൾ ഇതുകൂടെ ഒന്നും കിട്ടിയാൽ കൊള്ളാമെന്ന് എന്റെ മനസ്സിൽ ഓർത്തിട്ടുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ടുമില്ല. മനസ്സിൽ ഈ ഓർമ്മകൾ കടന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ അച്ഛനായിട്ടിപ്പം 30 വർഷങ്ങളായി വലിയനായിട്ട്. എൻ്റെ കൂടെ പട്ടം കിട്ടിയ പല ആൾക്കാർക്കും പട്ടം കിട്ടി 10-15 വർഷം കഴിഞ്ഞപ്പോൾ രാജകീയ രോഗങ്ങൾ ദേഹത്ത് പിടികൂടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക്
ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, രാത്രി പകലായി ജീവിച്ചിട്ടുണ്ട്, പല 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 ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ കാര്യമായ രോഗം പിടിച്ച് ഒരു ധ്യാനം പോലും മുടങ്ങിയിട്ടില്ല, ഒരു ശുശ്രൂഷയ്ക്കും തടസ്സമില്ല, ക്ഷീണിച്ച് കിടന്നിട്ടുമില്ല, ആശുപത്രികളിലോട്ട് പോയിട്ടുമില്ല. കാരണം അന്നത്തെ യാത്ര എല്ലും കെട്ടി തൊലിക്കെട്ടി മനക്കെട്ടി ഇതെല്ലാം കൂടെ തന്നു. അപ്പം ദൈവം അതിലൂടെ നടത്തുക. തള്ളക്കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ നിങ്ങൾ ഓർത്ത് നോക്കുക. സാർ ഗെയിംസ്, ഏഷ്യ, കോമൺവെൽത്ത് ഗെയിംസ് വരുമ്പോൾ ആർക്കാ സ്വർണ്ണ മെഡൽ? ഞങ്ങളുടെ മലമൂട്ടിലെ പ്രിയ ശ്രീധരൻ, ബീന ആൻഡ് ബിജിമോൻ, PT ഉഷ, MD വത്സമ്മ, ഷൈനി അബ്രാഹം. മലമൂട്ടിൽ ഓടിപ്പിടിച്ചവർക്ക് എല്ലും കെട്ടി തൊലിക്കെട്ടി മനക്കെട്ടി. പക്ഷെ തിരുവല്ല പോലെ കുമ്പനാട് പോലെ സിറ്റിയിലൊക്കെ നല്ല സുന്ദരി മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡേൺ ബ്രെഡ് പോലെ കാണുമ്പം ഷേപ്പ്, പക്ഷെ കുരിഞ്ഞിട്ട് സ്വർണ്ണമെഡൽ പോയിട്ട് തെങ്ങിന്റെ കവളം വെള്ളം വെക്കാൻ പറ്റുന്നില്ല. അണപ്പേ ഗതപ്പേ ശ്വാസം മുട്ടൽ. കാരണം പ്രതിരോധ ശക്തിയില്ല. ഇന്ന് സ്വർണ്ണം ഇല്ലേലും ഒരിക്കല് 5-6 ചേട്ടന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ചേട്ടൻ കൂടെയുള്ളവരോട് ചെന്തുകൊണ്ടാ മലയാളി പെണ്ണുങ്ങൾക്ക് തന്നെ സ്വർണ്ണ മെഡൽ. ആ ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ സ്വർണ്ണമെന്ന് കേട്ടോ, മരണപ്രാണത്തോടെ ഒറ്റ ഓട്ടം അതുപോലെ വാരിക്കൊണ്ടേ പോരും. ഇന്ന് പാലാ ഭാഗത്ത് പല മെഡിക്കൽ പെണ്ണുങ്ങളും ഇന്ന് സ്വർണം ഉണ്ടാക്കുന്ന രീതിയിലാണ് സ്വർണം ഉണ്ടാക്കുക. അതെങ്ങനെ? ഒരു കലം സാമ്പാർ നോക്കും, എന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് അത് സ്വർണമാക്കി മാറ്റും. പുതിയ രീതി. എന്താ ചെയ്യുക? ഒരു കലം സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് 22 ക്യാരറ്റ് അരിഞ്ഞിടുമ്പം അത് സ്വർണമായിട്ട് മാറുമെന്നാണ്. അപ്പൊ നമുക്ക് പ്രതിരോധ ശക്തി മനക്കെട്ടി ഉണ്ടാകുന്നത് സഹനത്തിലൂടെയാണ്. കൂടുതൽ സഹിച്ചവർക്ക് കൂടുതൽ മനഃശക്തി, കൂടുതൽ മനക്കെട്ടി. 1, സഹനം എന്തിനു വേണ്ടി? ഉപരി നന്മയ്ക്ക് വേണ്ടി. 2, ദൈവത്തെ കാണാൻ വേണ്ടി. 3, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ദൈവമക്കളായിട്ട് മാറാൻ വേണ്ടി. 4, സഹനം ദൈവം നമുക്ക് തരുന്നത്. 4ാമത് പറയുന്നു, കൂടുതൽ മനക്കെട്ടി ഉള്ളവരാകാൻ ദൈവം നമുക്ക് സഹനം തരും. 5, എന്തിനു വേണ്ടി സഹനം എന്ന് ചോദിച്ചാൽ പകരം സഹനം. ഒരു പകരം സഹനമുണ്ട്. വിക്കേരിയസ് സഫറിംഗ്. പകരം സഹനം. യെശയ്യാ 51 മുതൽ 58 വരെ അധ്യായങ്ങൾ. അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളായിരുന്നു, അവൻ ചുമന്നത് നമ്മുടെ രോഗങ്ങളായിരുന്നു. രോമങ്ങൾ തിരികളുടെ കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. ഒരു പകരം സഹനം ഈ ലോകത്തിലുണ്ട്. ആരെങ്കിലും പകരം സഹിച്ചാലേ ലോകം നിലനിൽക്കൂ. ആ ഒരു സഹനം ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാത്മാഗാന്ധി സഹിച്ചപ്പോൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം. ആരെങ്കിലുമൊക്കെ സഹിക്കണം ലോകത്തിൽ, എങ്കിലേ ലോകം നിലനിൽക്കൂ. ലോകപാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിൽ സഹിച്ചപ്പോൾ മാനവവംശം വീണ്ടെടുക്കപ്പെട്ടു. കൊല്ലപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത് ഓരോ നിമിഷവും കൊല്ലപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു കൊടുക്കുമ്പോൾ മനുഷ്യവംശം രക്ഷിക്കപ്പെടുന്നു, അത് വിശദീകരിക്കപ്പെടുന്നു. പകരം സഹനം. ലോകത്ത് എവിടെ നോക്കിയാലും കാണാം ഈ പകരം സഹനം. പരമജ്ഞാനത്ത് ഞങ്ങൾ ആൾക്കാരും ധ്യാനിക്കുന്ന ഒരു വലിയ ധ്യാനമന്ദിരമുണ്ട്. അപ്പം അവിടെ അകത്തൊരു മുറിയുണ്ട്, മണലിരിച്ച മുറി. കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മമാർ 2 മണിക്കൂർ സമയം ആ മണലിൽ മുട്ടുകുത്തി കൈ പിടിച്ച് പ്രാർത്ഥിക്കും. അമ്മയുടെ വേദന കുഞ്ഞിന്റെ ഓർമ്മശക്തിയാകാൻ. പകരം സഹനം. ഒരു ഭാര്യ സഹിക്കുമ്പോൾ ഭർത്താവ് വീണ്ടെടുക്കപ്പെടും, ഭർത്താവ് സഹിക്കുമ്പോൾ ഭാര്യ വീണ്ടെടുക്കപ്പെടും, കാരണന്മാർ സഹിക്കുമ്പോൾ മക്കൾ വീണ്ടെടുക്കപ്പെടും. പ്രത്യേകിച്ച് ഓർക്കണം, നല്ല ആരോഗ്യമുള്ളവരൊക്കെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് നിൽക്കാൻ പഠിക്കണം. ഒരു നേരത്തെ ഭക്ഷണം. ഇനി ആരോഗ്യം കുറവാണോ? ഒരു നേരത്തെ ഭക്ഷണം വെടിയണം. ഇനിയും ബുദ്ധിമുട്ടാണോ? ഇഷ്ടപ്പെട്ട ചില കാര്യം ഭക്ഷണം വേണ്ടെന്ന് വെക്കണം. എന്തെങ്കിലും ഒരു ത്യാഗം. ഒരുപക്ഷെ ആണുങ്ങൾക്കത് കുറവാണെങ്കിൽ സഹനശക്തി കൂടുതലുള്ള സ്ത്രീകൾ ആ സഹനം ഏറ്റെടുത്ത് ചെയ്യണം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ സഹനശക്തി കുറവാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നു, ലോകമഹായുദ്ധം. വൈദ്യവേദന വന്നു, സുനാമി. നെഞ്ചുവേദന വന്നു, ഭൂമി ഉരുക്കം. ഭാര്യ മകളും അവനെ തന്നെ നോക്കണം. പക്ഷെ നല്ല അമ്മച്ചിമാർ കുടലിൽ പഴുപ്പ, എന്നാലും പറയും ഉരുവാവളം കുറിച്ച് അറിയായിരുന്നു, വൈദ്യ മൂളല് മാറുമോ? തലച്ചോറ് പഴുക്കുക, തേയിലവെള്ളം കുറിച്ച് അറിയാം, തലവേദന പോവോ? അമ്മ
അമ്മമാർക്ക് സഹിക്കാൻ നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്കാണ് കൊടുത്തത്. തമിഴ്നാടറിയാം, ഇത് ആണുങ്ങളുടെ വകുപ്പാണോ? ഒറ്റ പ്രസവം ലോകാവസാനം. ഈ പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ അച്ഛ എനിക്കൊരു മോനുണ്ടായി, എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ 11 പ്രാവശ്യം ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചു, ഇനിയൊരു കുഞ്ഞ് വേണ്ടാന്നുള്ള തീരുമാനം എന്റെ ദൈവമേ ശരിയാണോ തെറ്റാണോ? അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ച് എന്റെ അച്ഛോ ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. അപ്പൊ സകലശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മമാര് സഹിക്കുന്ന മക്കൾക്ക് അറ്റാച്ച്മെന്റ് അമ്മയോടാ. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന അപ്പനാ, പക്ഷെ അറ്റാച്ച്മെന്റ് ആരോടാ? അമ്മയോട് കാണിക്കും. കാരണം അമ്മയോട് കാണിക്കുന്നതിന് കാരണം ഉറക്കടച്ചത് അമ്മയാണ്, പനി വന്നപ്പോൾ അടുത്തിരുന്ന അമ്മയാണ്, തലവേദനയ്ക്ക് നെറ്റിയിൽ വിക്സ് പറ്റി കൊടുത്തത് അമ്മയാണ്, കയ്യെ പിടിച്ച് പള്ളി കൊണ്ടുവന്നത് അമ്മയാണ്. ഇവിടെ മക്കള് വർത്താനം അമ്മയോടാ. അമ്മയെ ചെരുപ്പെന്തിയെ, അമ്മയെ ഫോണെന്തിയെ, അമ്മയെ നിക്കറെന്തിയെ, അമ്മയെ ചോറെന്തിയെ, അമ്മയെ കൊടയെന്തിയെ. അപ്പനോട് അപ്പ അമ്മ എന്തിയെ ഇത്രേ ചോദിക്കത്തുള്ളൂ. അപ്പൊ സഹനമുണ്ട്. സഹനം, ഒരു പകരം സഹനം. ആരെങ്കിലുമൊക്കെ പകരം സഹിക്കുമ്പോഴാണ് ലോകത്തിന്റെ വിശുദ്ധി, ലോകത്തിന്റെ നന്മയെന്ന് പറയുക. ഒരു പകരം സഹനം ദൈവം വന്നിട്ടുണ്ട്. ചിലപ്പോൾ അനാവശ്യമായി സഹിക്കുമ്പോൾ ഓർക്കണം, അതുവഴി ആരോ വിശുദ്ധീകരിക്കപ്പെടുന്നു, അതുവഴി ആരോ വീണ്ടെടുക്കപ്പെടുന്നു. ഈ ഒരു ചിന്ത ഹൃദയത്തിൽ വേണം. അപ്പോൾ കുടുംബത്തിന് വേണ്ടി സഹിക്കുന്നതിൽ ഒരു അപ്പനമ്മ അർത്ഥം കണ്ടെത്തണം. സഭയ്ക്ക് വേണ്ടി സഹിക്കുന്നതിൽ ഞങ്ങൾ വൈദിക അർത്ഥം കണ്ടെത്തും. ഒരു കോളേജിൽ അധ്യാപകർ സഹിക്കുമ്പോൾ വിദ്യാർത്ഥിക്ക് നേട്ടം, ഡോക്ടറും നേഴ്സും സഹിക്കുമ്പോൾ രോഗികൾക്ക് വിടുതൽ. ജീവിതം മുഴുവൻ ഒരു സഹനത്തിന്റെ തീർത്ഥയാത്രയാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതം ഒരു കത്തിന്റെ യാത്ര പോലെയാണ്. ഒരു കത്തിന്റെ യാത്ര. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് മനോഹരമായ കവറിനകത്ത് സുന്ദരമായ കടലാസിൽ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്തു. ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ, സെന്റ് ഫ്രാൻസിസ് കപ്പുച്ചിൻ ആശ്രമം, ഉളവൂർ PO, കോട്ടയം ഡിസ്ട്രിക്ട്. ഇവിടെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ്മാനും കത്ത് നോക്കിയിട്ട്, ഒരച്ഛനുള്ള കത്ത്, നല്ല കവറാണല്ലോ, ഇരിക്കട്ടെ ഒരു ഉമ്മ എന്നും പറഞ്ഞു കത്തിന് ഉമ്മ കൊടുത്തിട്ട് പോസ്റ്റ്മാൻ പോക്കറ്റിലിട്ടാൽ കുമ്മനാടിന്ന് അയക്കുന്ന കത്ത് ഒഴിവൂരിൽ എനിക്ക് കിട്ടുകയല്ല. പോസ്റ്റ്മാൻ കത്തെടുക്കും, ഒരു സീലെടുക്കും, കത്തിന്റെ മോന്ന് നോക്കി ഒറ്റ കുത്ത്. പല കത്തിനോട് കൂച്ചിക്കെട്ടി, മുറുക്കിക്കെട്ടി, ചാക്കിക്കെട്ടി വണ്ടിയിലേക്ക് കയറും. വണ്ടി വളവ് പുളവ്, കുന്ന്, കട്ടർ, കുന്ന, കുഴി ഇതൊക്കെ ചാടി ചാടി ഒഴിവൂരിൽ വരും. അവിടുത്തെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കും, അയ്യോ ഏറ്റവും പരിചയമുള്ള അച്ഛൻ, മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ, എനിക്കൊരു പെടലിക്ക് വരണം ഒരു സീല്. ഇത്രയും സീല് കൊണ്ടാല് കുമ്മനാട് നയിക്കുന്ന കത്ത് ഉഴവൂരിൽ എന്റെ കിട്ടും. പിതാവായ ദൈവം ഏകമാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ലോകമാതാവിന്റെ പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു കത്ത് പോലെ നമ്മളെ പ്രസവിച്ചു. ഈ ലോകയാത്രയിൽ ഓരോ നിമിഷവും കെട്ടിയവന്റെ ഞോണ്ട്, ഭാര്യയുടെ തൊഴി, മക്കളുടെ ചവിട്ട്, മരുമകളുടെ കുത്തുവാക്ക്, നാട്ടുകാരുടെ കമന്റ്, ഈ കുത്തും സീലും കൊണ്ടാല് ദൈവം ഒരുക്കുന്ന സ്വർഗം ബിയോയിൽ നമ്മൾക്ക് എത്തിച്ചേരും. ഒരു കത്തിന്റെ യാത്ര പോലെ നമ്മൾ കാണണം. ഒരാൾ ഒരു പക്ഷേ 25 വർഷം യാത്ര ചെയ്യും, ഒരു കത്ത് 50 വർഷം, ഒരു കത്ത് 80 വർഷം, 100 വർഷം, ഒരു കത്തിന്റെ യാത്ര. അപ്പൊ അവസാനം വരെ ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ കടന്നു പോകണം. ഇനി സഹനം എന്തിനു വേണ്ടി ദൈവം തരുന്നു എന്ന് ചോദിക്കുമ്പോൾ 3 ഉത്തരങ്ങൾ ഈ രാത്രിയിൽ ഹൃദയത്തിൽ നമ്മൾ പതിപ്പിക്കണം. എന്തിനു വേണ്ടി സഹനങ്ങൾ? 3 ഉത്തരങ്ങൾ. നമ്മൾ സാധാരണ ചോദിക്കും, ദൈവമേ നീ എന്തിനാ എനിക്ക് സഹനം തന്നത്, എന്തിനാ തന്നത്? അങ്ങനെ ചോദിക്കല്ലേ. സഹനം ഇങ്ങനെ ചോദിക്കണം ഈ രാത്രി മുതൽ. നല്ലവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ചോദ്യം ചോദിക്കണം. നല്ലവർ സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ സാമാന്യ അന്തസ്സായിട്ട് ജീവിക്കുന്ന, തലമുനിക്കേണ്ട വലിയ ആവശ്യമില്ല, ഡീസന്റായിട്ട് ജീവിക്കുന്നവരാ ഭൂരിപക്ഷം പേരും. പിന്നെ നമ്മൾ വല്ലാതെ പ്രാർത്ഥനയുടെ ആവേശം കൊള്ളും പറയും, ദൈവമേ ഞാൻ പാപിയാണ്, കൊടുംപാപിയാണ്, മഹാപാപിയാണ്. അതൊക്കെ അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആളോട് ചോദിക്കുക, മിസ്റ്റർ പാപി സുഖമാണോ? ഇപ്പം കാണാം പുഴു പാമ്പായിട്ട് മാറുന്ന അങ്ങനെയാണ് നമ്മൾ പറയും. പക്ഷെ നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി, നല്ലവര് സഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന് ബൈബിൾ തരുന്ന 3 ഉത്തരങ്ങൾ ഈ രാത്രിയിൽ ഹൃദയത്തിൽ പതിപ്പിക്കണം. 1, നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും. നല്ലവര് സഹിക്കുമ്പോൾ
അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും. കുരിശിൽ ക്രിസ്തു സഹിച്ചു. അതിന്റെ അവസാനം പറഞ്ഞു, പിതാവേ, നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നല്ലവർ സഹിക്കുമ്പോൾ ശാന്തതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. നല്ലവരുടെ സഹനം. മഹാത്മാഗാന്ധി വെളിയോടേറ്റ് വീണു. ആ നിമിഷത്തിലും നല്ലവന്റെ സഹനം, ഹേ രാം, വിശ്വസിച്ച ദൈവത്തെ വിളിച്ചു മരിച്ചു. നല്ലവർ സഹിക്കുമ്പോൾ. ഓണം മിനിയാന്ന് ആഘോഷിച്ചു. നല്ലവനായ മാവേലി സഹിച്ചു. വാമനനാൽ വേദനിപ്പിക്കുന്ന മനുഷ്യൻ. പക്ഷെ ആ സഹനം ഒരു ഓണമായിട്ട് ലോകത്തിന് മാറി. നല്ലവർ തിരുപുരാണ കഥ. നല്ലവർ സഹിക്കുമ്പോൾ ശാന്തതയിലേക്ക് പ്രവേശിക്കും. ലോകത്തിൽ നമുക്ക് രണ്ട് വിധത്തിൽ ജീവിക്കാമെന്നാണ് വിശേഷ ദിവസങ്ങൾ ഒക്കെ പഠിപ്പിക്കുക. ഒന്ന് വാമനനായി, രണ്ട് മാവേലിയായി. ഒന്ന് യുവദാസായി, രണ്ട് ക്രിസ്തുവായി. ഒന്ന് നഥുറാം ഗോഡ്സെയായി, രണ്ട് മഹാത്മാഗാന്ധിയായി. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ലോകം നിങ്ങളെ എങ്ങനെ ഓർക്കും? ഏത് വിധത്തിൽ? ഒരു ഭാര്യ പറയണം വിശുദ്ധനായ ഒരു കെട്ടിയവനായിരുന്നു. ഭർത്താവ് പറയണം വിശുദ്ധയായ ഒരു ഭാര്യയായിരുന്നു. കുഞ്ഞുങ്ങൾ പറയണം നല്ല മാതാപിതാക്കളായിരുന്നു. അങ്ങനെ പറയിപ്പിക്കാൻ തക്കവിധം ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ ശാന്തതയിലേക്ക് പ്രവേശിക്കുകയാണ്. ചില മനുഷ്യരെ കുറിച്ച് പറയാൻ നമുക്ക് ഒന്നുമില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഒരു നന്മയും പറയാൻ പറ്റാത്ത മനുഷ്യരെ നമ്മൾ കണ്ടെത്തും. ഒരു വീട്ടിൽ ഇരട്ട മക്കൾ, രണ്ടുപേരും 35 വയസ്സായി. കള്ളുകൂടി, പെണ്ണുപിടി, ചെറ്റപ്പൊടി, ബിരുദാനന്തര ബിരുദം. ഇതിൽ ഒരുത്തൻ വണ്ടി അപകടത്തിൽ മരിച്ചു. കൂടെയുള്ള ഇരട്ടിക്ക് സങ്കടം. ഇവനെ അടക്കുമ്പോൾ എന്തെങ്കിലും നല്ല വാക്ക് അച്ഛനൊന്ന് പറയാൻ വകുപ്പൊന്നുമില്ല. ഇവൻ പള്ളിയിലെ അച്ഛൻ്റെ കൊണ്ടുവന്ന് 25,000 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ദേ എന്റെ ഈ സഹോദരനെ അടക്കുമ്പോൾ അച്ഛൻ നല്ലതേ പറയാവൂ. ജനകമ്പിൽ തുരുമ്പ് മാറ്റാനും ഓടിളക്കിയിടാനും ഇത് എന്റെ സമ്മാനം. അച്ഛൻ ചെയ്യേണ്ടത് അവൻ മോശക്കാരനാണെന്ന് പറയല്ലേ, എന്തെങ്കിലും നല്ലത് പറയണം. അച്ഛൻ ഡിക്ഷണറി നോക്കിയിട്ട് പോലും ഇവനെ കുറിച്ച് പറയാനുള്ള വകുപ്പ് ഒന്നുമില്ല. ആൾക്കാർ നിറഞ്ഞു നിൽക്കുക. അച്ഛൻ പറഞ്ഞു, ഇത്രയുള്ള മനുഷ്യന്റെ ജീവിതം ഇതുപോലൊരു നാളിൽ പോകും. പെട്ട തള്ള പോലും ഓർത്ത് കാണും ഇങ്ങനെയുണ്ടെങ്കിൽ ജനിക്കണ്ടാകും. നാട്ടുകാരോർത്തു, ഭൂമിയുടെ ഭാരം, ലോകത്തിന്റെ ശാപം, ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് ജീവിച്ചില്ല അപകടം. പക്ഷെ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അവനെ ജീവിച്ചിരിക്കുന്ന ഈ സഹോദരനോട് അവനെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പ്രസിദ്ധകാരുടെയും നാമത്തിലാമേ. ചിലവിച്ചപ്പോൾ ഇങ്ങനെ നല്ലത് പറയാനുള്ളൂ. നമ്മൾ ശാന്തതയിൽ ജീവിച്ച് നന്മ ചെയ്ത് നന്മ കൊടുത്ത് കടന്നു പോവുക. അപ്പോൾ നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും. ജീവിതാന്ത്യം സുന്ദരമാകണോ? ജീവിതകാലം നന്നായിട്ട് ജീവിക്കണം. ഏത് കുരിശും ഏത് വേദന വന്നാലും രണ്ടു കൈ നീട്ടി നന്നായി സ്വീകരിക്കുന്നവർക്ക് മരണത്തിന് സമയത്തും ശാന്തമായി കടന്നു പോകാൻ പറ്റും. എന്റെ മരണം എന്റെ ജീവിതത്തിലെ ടോട്ടാലിറ്റിയാണ്. എന്റെ മരണം ഞാൻ ജീവിച്ച ജീവിതത്തിന്റെ സമഗ്ര രൂപവും സമഗ്ര ഭാവവുമാണ്. ഒരു അമ്മച്ചിക്ക് രോഗിയിലേവനും പ്രാർത്ഥിക്കാൻ വേണ്ടി മോൻ വിളിച്ചുകൊണ്ടിരുന്നു. 80 വയസ്സ് കഴിഞ്ഞ ഒരമ്മ ക്ഷീണിച്ചിങ്ങനെ കിടക്കുക. അപ്പോൾ ഈ മോൻ പറഞ്ഞു, അച്ഛൻ എന്റെ അമ്മയുടെ ശരിയിൽ ഒന്ന് ചോദിച്ച് അമ്മച്ചിക്ക് അവസാനമായി എന്തേലും പറയാനുണ്ടോ? അപ്പൊ ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്തിലേക്ക്, ഈ പലരും മരിക്കാൻ നേരത്തെ അവസാനമായിട്ട് പലതും പറയുന്ന കാലമല്ലേ. 90 വയസ്സുള്ള അമ്മ മരിക്കാൻ കിടന്നു. പ്രാർത്ഥിക്കാൻ അച്ഛൻ ചെവി ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും ഇനി ആഗ്രഹം ബാക്കിയുണ്ടോ? അമ്മ പറഞ്ഞ, അച്ഛാ, ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ, വേറെ ഒന്നുമില്ല. എന്താ ആഗ്രഹം? എന്റെ അച്ഛവും ഈ ലോകാവസാനം എങ്ങനെയാണ് ഒന്ന് കണ്ടേച്ച് മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതാണ് 90 വയസ്സുള്ള അമ്മയുടെ ആഗ്രഹം. പേപ്പട്ടി കടി കൊടുത്ത ഒരമ്മ മരിക്കാൻ കിടന്നു. വീട്ടുകാരി എന്ന് ചോദിച്ചു, ആന്റി ഇത് അവസാന ആഗ്രഹം? ഈ അമ്മ 2 മരുമകളുമാരുടെയും 2 നാത്തൂന്മാരുടെയും പേര് പറഞ്ഞു. ഇത്രയും പേര് ഒന്ന് കാണണം. ഒരു ചോദിച്ചു, ക്ഷമ ചോദിച്ച് മരിക്കാൻ വേണ്ടി ഇരിക്കുമല്ലേ? അല്ല, മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കടിക്കണം, എന്നിട്ട് മരിച്ചാൽ മതി. അവസാനം ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു.
ചിലരുടെയൊക്കെ ജീവിതം നമുക്കറിയാവില്ല ഏതെല്ലാം ടൈപ്പ്. ഒരു മനുഷ്യന് 20 ഏക്കർ സ്ഥലമുണ്ട്, 20 ഏക്കർ തോട്ടം, 3 ആമകളുമാണ്. എന്ത് ചെയ്താലും മക്കളുടെ പേരിൽ വീതമൊന്നും ഈ അപ്പൻ എഴുതി കൊടുക്കുകയില്ല. പള്ളിയും പട്ടക്കാരും രാഷ്ട്രീയക്കാരും നിർബന്ധിച്ചപ്പോൾ വീതം എഴുതാൻ സമ്മതിച്ചു. ഒരു വെള്ളക്കടലാസും പേനായും കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കൊടുത്തു. ഇയാൾ കൈകൊണ്ട് കുത്തിപ്പിടിച്ച് എന്തൊക്കെ കുത്തി കുടിച്ചു. പ്ലാസ്റ്റിക് കൂട്ടിൽ വരിഞ്ഞു കെട്ടി, പത്രക്ലാസ്സിൽ പൊതിഞ്ഞു കെട്ടി. എന്നിട്ട് പള്ളിയിലെ വികാരിച്ചനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവസാന ആഗ്രഹം എഴുതിയിട്ടുണ്ട്, ഞാൻ മരിക്കാതെ തുറന്നേക്കല്ലേ. അവസാന ആഗ്രഹമല്ലേ, തുറക്കാൻ പറ്റുമോ? പള്ളിമുറി വെച്ച് പൂട്ടിക്കോളാൻ പറഞ്ഞു. അച്ഛൻ പള്ളിമേലെ മുറി വെച്ച് പൂട്ടി. 3 മാസം കഴിഞ്ഞു അപ്പം മരിച്ചു. 3 മക്കളും കൂടി അപ്പനെ ആഘോഷമായിട്ട് അടക്കി മുടുത്ത കനവുള്ള മാർബിൾ സ്ലാബ് കതറയുടെ മുകളിൽ വെച്ചു. പോരുന്ന വഴിക്ക് മക്കൾ പറഞ്ഞു, പൊന്നപ്പ നല്ല കനമുണ്ട്, ഇതും പൊക്കിയിട്ട് പോന്നേ കരുതുക. നേരെ പള്ളിമുറിയിച്ച് അവസാന ആഗ്രഹം എഴുതിയ കടലാസ് വികാരിച്ചിനും ഈ 3 മക്കളും കൂടി വെളുത്തി വായിച്ചപ്പോൾ ഈ ഇവരെല്ലാം കണ്ണു തള്ളിപ്പോയി. ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളൂ, പിന്നെ ഇലയും പൂവും കായും വരച്ചു വെച്ചിരിക്കും. എഴുതിയ സെന്റൻസ് ഇങ്ങനെ: മക്കളുടെ കാലശേഷം സ്വന്തം അപ്പന് എന്ന ഒപ്പം. ഇതാണ് എഴുതി നോക്കുക. എങ്ങനെയാണ് നമ്മുടെ ജീവിതം? അങ്ങനെ ജീവിതാന്ത്യം. നല്ലവർ സഹിക്കുമ്പോൾ അവർ ശാന്തതയിലേക്ക് പ്രവേശിക്കും. 2, നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. നല്ലവർ സഹിക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് തിരിയുന്നു. സഹനത്തിന്റെ നാളുകളിൽ സ്ത്രീജനങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു. യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കേടുകൊള്ളുക. നല്ലവർ സഹിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് തിരിയും. ഞാൻ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർമാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം കോലഞ്ചേരിയിൽ നിന്നും മർത്തോമ സഭയിൽപ്പെട്ട 80 വയസ്സുള്ള ഒരപ്പനെ ഡീലക്സ് റൂമിൽ അഡ്മിറ്റ് ചെയ്തു. ഈ അപ്പൻ എൻ്റെ എപ്പോഴും തലയ്ക്ക് എൻ്റെ പ്രസംഗം ഫോണിൽ വെച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുന്നയാൾ. 60 വയസ്സുള്ള മോൻ പറഞ്ഞു, അച്ഛൻ ഇന്ന് വൈകുന്നേരം PTM ആകുമ്പോൾ ഈ മുറിയിലൊന്ന് വരണം, അച്ഛനെ കാണുന്നത് അപ്പന് സന്തോഷമാണ്. ഞാൻ ചെന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ കട്ടിയിൽ കിടക്കുന്നു, വേദനയുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, നല്ല ക്ഷീണത്തിന് അടയാളമുണ്ട്. ഇങ്ങനെ കിടക്കുമ്പം ഞാൻ കുറേ സമയം അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ചോദിച്ചു, ശക്തമായ വേദനയുണ്ടല്ലേ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞാ, സന്തോഷമുണ്ട്, സുഖമില്ല. സന്തോഷമുണ്ട്, സുഖമില്ല. കാരണം സന്തോഷം ദൈവത്തിന്റെ ആത്മാവും തരും, സുഖം ലോകവും തരും. അതാ വ്യത്യാസം. സന്തോഷം ആനന്ദം, അത് ദൈവത്തിന്റെ ആത്മാവ് തരും. സുഖം ഈ ലോകത്തിൽ മനുഷ്യർ തരും, അതിന്റെ വസ്തുക്കൾ തരും. അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. എന്നോട് ചോദിച്ചു, അച്ഛൻ ബൈബിള് മുഴുവൻ വായിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഓ. ഇസ്രായേൽ മക്കളെ മോശ ചെങ്കടലിൽ കടത്തിയത് അച്ഛൻ അറിയാമല്ലോ? അറിയാം. ജോഷുവ ആ ജനത്തെ കാനാനിൽ എത്തിച്ചത് അറിയാമല്ലോ? കുറുകിയ സ്വരത്തിൽ ബൈബിൾ കാണാപ്പാടമായ മനുഷ്യൻ എന്നോട് ചോദിച്ചു, അറിയാം അച്ഛാ. ഈ ആശുപത്രി മുറി എന്ന ചെങ്കടൽ എന്റെ കർത്താവായ മോശ എന്നെ കടത്തുന്നു. സ്വർഗമാകുന്ന കാനാൻ ദേശത്ത് എന്നെ യേശുവിന് ജോഷുവ എന്നെ എത്തിക്കുമെന്ന് ഉറപ്പാ. പുരുഷന്റെ സന്ദേശം, സകലത്തിന്റെ സന്ദേശം ബൈബിളിൽ നിന്ന് പഠിച്ച അനുഗ്രഹീതനായ മനുഷ്യൻ. സകലത്തിൽ വേദനകൾ. ഇങ്ങനൊരു കൃപ നമുക്ക് വേണം. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞ് സ്വന്തം വേദനയെ നമുക്ക് കുറച്ച് കാണാൻ പറ്റണം. ഞാൻ കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 75 വയസ്സ് പ്രായം വരുന്ന ഒരു അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ മനുഷ്യൻ ഒത്തിരി അസ്വസ്ഥനാണെന്ന് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, സഹിക്കാൻ മേലാത്ത വേദനയുണ്ടല്ലേ? അപ്പൊ മനുഷ്യൻ മനസ്സാ, 5-8 വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ ഇതുപോലെ കിടന്ന് വളയുമ്പോൾ, റേഡിയേഷന് വിധേയനാകുമ്പോൾ, 7.5 ഈ ലോകത്തിലെ സുഖദുഃഖങ്ങൾ കണ്ടെനിക്ക് ഇതൊന്നും പ്രശ്നമല്ല. മറ്റുള്ളവരിലേക്ക് തിരിയും, ചുറ്റുള്ളവരിലേക്ക് തിരിയുക. ഓരോ സഹനത്തിന്റെയും നടുവിൽ നമുക്കൊക്കെ കൊച്ചു കൊച്ചു വേദനയും നൊമ്പരും വരുമ്പോൾ ഇങ്ങനെ തിരിയാൻ നമുക്ക് തിരിയാൻ പറ്റണം. യോഹന്നാൻ 9 യേശു ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അന്ധനായ മനുഷ്യനെ കാണിച്ചിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, 9-ാം അധ്യായം 1-38 വരെ വാക്യങ്ങൾ, ഇവൻ അന്ധനായത് ഇവന്റെ കുറ്റം കൊണ്ടാണോ അതോ മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടാണോ? ക്രിസ്തു പറഞ്ഞു, ദൈവമഹത്വം വെളിപ്പെടുത്താൻ ഇവൻ അന്ധനായിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ലോകകപ്പ് ഫുട്ബോളിൽ വിശ്വ ഇതിഹാസമായ മെസ്സി
ഫ്രാൻസിന് ഫൗളുണ്ടോ നോക്കിയാൽ ഗോളടിക്കാൻ പറ്റിയല്ല. മെസ്സി ഗോളടിക്കണം, ഫ്രാൻസിന്റെ ഫൗള് നോക്കാൻ റഫറിയുണ്ട്. ജീവിതം ഒരു ഗെയിമാണ്. അതിൽ ഫൗളുണ്ട്. അന്ധൻ, ബദിരൻ, വികലാംഗൻ, ഊമൻ, അവർക്ക് പകരം നമ്മൾ ആരും കരയണ്ട. അവരുടെ കാര്യം ദൈവം എന്നാൽ അവർ നോക്കും. ഞാൻ എന്നെ ഏൽപ്പിച്ച ഗോൾ അടിച്ചടിച്ചു പോവാന്നുള്ളതാണ്. ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായിട്ട് ചെയ്യുക. ആർക്കും പകരം കരയാൻ ദൈവം വിളിച്ചിട്ടില്ല. ഉദാഹരണം, റേബാൻ കണ്ണട മേടിക്കാൻ എനിക്ക് കാശില്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവം അന്ധനെ കാണിച്ചു തരും. അന്ധനെ കാണുമ്പോൾ ഓർക്കണം, കണ്ണടിയിലും കണ്ണുണ്ടല്ലോ, കിട്ടിയ മഹത്വം. ഷൂസ് മേടിക്കാൻ കാശില്ലെന്ന് ഓർക്കുമ്പോൾ കാലില്ലാത്തവനെ കാണിച്ചു തരും. കാലിലെങ്കിലും ഷൂസ് ഉണ്ടല്ലോ, കിട്ടിയ മഹത്വം. നമ്മളെക്കാൾ കുറഞ്ഞവരെ ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ കിട്ടിയ അവസ്ഥയിൽ മറ്റുള്ളവരിലേക്ക് നോക്കി സ്വന്തം സഹനത്തിന് അർത്ഥം കണ്ടെത്തണം. നമുക്കറിയാം, അന്ധന്മാരെ ആണെങ്കിലും കണ്ണടിച്ച് വിശ്വസിക്കരുത്. കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് ആദ്യ വെള്ളിയാഴ്ച ഒരു വലിയ പെരുന്നാൾ. അവിടെ ചെന്നാൽ അന്ധന്മാരുടെ ജില്ലാ സമ്മേളനം. എത്ര അന്ധന്മാരാ കിടന്നോണ്ട് പറയുന്നു, കണ്ണുള്ള നിങ്ങൾ കണ്ണില്ലാതെ അങ്ങുമല്ലോ തന്നിട്ട് പോണേ. ഒരു ചേട്ടന് സങ്കടം തോന്നി. 10 രൂപ തുട്ടിട്ട് കൊടുത്തു. തുട്ട് ഉരുണ്ടു പോയി. അന്ധൻ പുറകെ ഒറ്റ ഓട്ടം. അവൻ തുട്ടെടുത്ത് അവനെ ഷർക്കിടവിനെ കൊണ്ടുവച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, കള്ളൻ കണ്ണ് കാണാമെന്ന്. പോലീസുകാർ ഇതിനെ പിടിപ്പിക്കും. അവൻ പറഞ്ഞു, പൊന്നു സാറെ ചതിക്കല്ലേ, ഇതിന്റെ വൈക്കിപ്പിഴപ്പാ. അതെന്താ? യഥാർത്ഥ അന്ധന് പകരം വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അന്ധനാണ് ഞാൻ. യഥാർത്ഥ അന്ധൻ എന്ത് ചെയ്യും? അവൻ അഞ്ചരിക്കേ വരുള്ളൂ. എവിടെ പോയതാ? സിനിമ കാണാൻ പോയതാണ്. അവൻ അഞ്ചരിക്കാൻ വരും. നമ്മൾ തന്നെ കളിപ്പിക്കുന്നവരെ കാണും. ഇവിടെയാണ് എല്ലാരും നോക്കി കരയേണ്ട ഒരു പണിയില്ല. എല്ലാരും രക്ഷിക്കാനും നോക്കണ്ട. പറ്റുന്നത് പോലെ ദൈവം നൽകുന്നിടത്ത് എന്ത് പറ്റുമോ അത് ചെയ്താൽ മതി. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം. ലോകം മൊത്തം ഓടുകയൊന്നും വേണ്ട. മദർ ഓടാൻ പറ്റുന്നിരിക്കുകയല്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ അയലോകത്ത് ഒരാളെ അത് മതി, അത് മതി. അപ്പൊ നമ്മൾ നമ്മളെക്കാൾ കുറഞ്ഞവരെ കാണുമ്പോൾ കിട്ടിയ മഹത്വം കാണും. എന്നോട് കൂട്ടുകാർ പറഞ്ഞു, അച്ഛൻ പോയി നിർബന്ധമായി പുലിമുരുകൻ എന്ന സിനിമ ഒന്ന് പോയി കാണണം. ഞാൻ ഒരു ഗ്രാമീണ കൊട്ടയിൽ പുലിമുരുകൻ കാണാൻ ചെന്നു. പരിചയമുള്ളവൻ ടിക്കറ്റ് വിൽക്കുന്നു. ഞാൻ പറഞ്ഞു, സന്യാസ വൈദികനാണ്, കാശ് കുറവാണ്, ഏറ്റവും താഴ്ന്ന ഒരു ടിക്കറ്റ്. അവൻ പറഞ്ഞു, തല ടിക്കറ്റ് മതിയോ? തലയെങ്കിൽ തറ എന്നും പറഞ്ഞു. തല ടിക്കറ്റ് വേണ്ടി തലയിലിരുന്ന് ഞാൻ പുലിമുരുകൻ കാണുക. ഇന്റർവ്യൂവിന് 5 മിനിറ്റ് മുമ്പ് എന്റെ മുമ്പിൽ നിന്നൊരു അനക്കം. ഞാൻ നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്നത് തറയാണെന്ന് കരുതുമ്പോൾ വേറെ ചിലത് തറ മാന്തിയിട്ട് കുഴിട്ടിക്കത്തെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമ്മളെക്കാൾ താഴ്ന്ന ഒരുപാട് പേരുണ്ട്. കിട്ടിയ അവസ്ഥയിൽ നന്ദി പറയുക. സഹനം വരുമ്പോൾ നല്ലവർ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞിട്ട് സ്വന്തം സഹനത്തിൽ അർത്ഥം കണ്ടെത്തും. ചിന്തകളെ അവസാനിപ്പിക്കാം. 3, സഹനം ശത്രുത ഇല്ലാതാക്കും. സഹിക്കുമ്പോൾ ശത്രുത ഇല്ലാതാവും. കുരിശിൽ നമ്മൾ കാണുന്നു, ശത്രുക്കൾ യേശുവിനെ കുരിശിൽ വധിച്ചപ്പോൾ യേശു ശത്രുതയെ കുരിശിൽ വധിച്ചു. ശത്രുക്കൾ യേശുവിനെ കുരിശിൽ വധിച്ചപ്പോൾ യേശു ശത്രുതയെ കുരിശിൽ വധിച്ചു. യേശുവിന് ശത്രുക്കളില്ല. അവനെ ശത്രുവായി കണ്ടവരുണ്ട്. ശരിക്കും സഹിക്കുമ്പോൾ വെറുപ്പ്, പിണക്കം, വൈരാഗ്യം ഇതെല്ലാം അങ്ങ് ഇല്ലാതാവും. അതുകൊണ്ടാണ് ക്യാൻസർ ബാധിച്ച് നാളുകളായി കിടന്നവർ മരണശേഷം നേരെ ദൈവസന്നിധിയില്ല. പിണക്കവും വിദ്വേഷവും ഒന്നുമില്ല. എല്ലാം തീർന്നു പോകുന്നു. ഇപ്പൊ നല്ലവർ സഹിക്കുമ്പോൾ ശത്രുത ഇല്ലാതാകുന്നു, മറ്റുള്ളവരിലേക്ക് തിരിയുന്നു, ജീവിതത്തിൽ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്നു. ജീവിതം ഓടുകയാണ്. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അവന്റെ വരവിന്റെ കാലങ്ങളാവുന്നു. അന്ത്യകാലം അടുക്കുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ അതിന്റെ സൂചനകളും ഉള്ളപ്പം അർത്ഥത്തോടെ സഹിച്ച് സന്തോഷത്തോടെ പോകണം. 2000 ആണ്ടിന് ശേഷം മരണത്തിന്റെ സൂചനകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇഷ്ടം പോലെയായി. 2000-ൽ ഭൂമി ഉരുക്കം, പിന്നീട് ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, പട്ടിപ്പനി, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം. ഇന്ത്യയിലെ പനിയൊക്കെ തീർന്നു. ഇപ്പം ജപ്പാൻ ജ്വരം, ആഫ്രിക്കൻ പനി, എന്തെല്ലാം പേരിലാവുക. എല്ലാം തീർന്നപ്പോൾ പനിയുടെ തന്നെ പേര് തലേ കുത്തിയിട്ടു. നിപ്പ, ഏതെല്ലാം രീതിയിലായിരുന്നു. കൊറോണ വൈറസ്, COVID-19, ഇതെല്ലാം മാറി മാറി വരുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. എത്രനാൾ ജീവൻ നീളുമെന്ന് നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റാത്ത ലോകത്തിൽ ചെറുതും വലുതുമായ സഹനം വരുമ്പോൾ
പേടിച്ചോടരുത്, തളരരുത്. അതിനെ നേരിടുവാനും ശക്തി സംഭരിക്കുവാനും ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കാനും നമുക്ക് കഴിയട്ടെ. കർത്താവ് പറയുന്നു, ഈ ലോകത്തിൽ പീഡകളും കുരിശുകളും, വരാനിരിക്കുന്ന ജീവിതത്തിൽ നിത്യമായ സന്തോഷവും. വഹിക്കുന്ന സ്ഥാനമനുസരിച്ച് കുരിശും വലുതാണ്. വളരെ താഴ്ന്ന മനുഷ്യർക്ക് ചെറിയ കുരിശ്, സ്ഥാനം കൂടുന്തോറും വലിയ കുരിശ്. ഏതു വന്നാലും അപ്രതീക്ഷിതമായി കരുതരുത്. പൗലോസിനോട് പറയണം, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ കുരിശിലാണ് ഞാൻ മഹത്വം കാണുക. അത് മറ്റുള്ളവർക്ക് അപമാനമിടർച്ച, എനിക്കോ രക്ഷയുടെ വഴി. ആ രീതിയിൽ കുരിശിനെ സഹനത്തെ കാണാനും രക്ഷാകരമായി ജീവിതം നയിക്കുവാനും ദൈവം നമ്മളെ വിളിക്കുന്നു. കൃപയിൽ ആയിരിക്കാം. വന്നവനും വരുവാനുള്ളവനുമായ ക്രിസ്തു നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നന്ദിയോട് സ്തോത്രം. ശുശ്രൂഷയുടെ മൂന്നാമത്തെ രാത്രി യോഗത്തിൽ ഇതുവരെയും ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ചു നിൽക്കുന്ന അത്ഭുതകരമായ അവിടുത്തെ സാന്നിധ്യത്തിനായും വലിയ ദൈവകൃപയ്ക്കായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇന്ന് വൈകുന്നേരം ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ നിന്റെ ആത്മാവ് വിവിധ മുഖാന്തരങ്ങളിലൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ധനത്തെ നീ കൂട്ടിവരുത്തിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുകൂലമായ പ്രകൃതി ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി നൽകിയതിനാൽ സ്തോത്രം. വിവിധ ശുശ്രൂഷകൾക്കായി അവിടുത്തെ ദാസരെ നിന്റെ ആത്മാവിൽ നീ ശക്തീകരിച്ചതിനാൽ ഹല്ലേലൂയ, നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ നടുവിൽ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നിന്റെ ജനത്തെ നീ സഹായിച്ചതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, മാത്രമല്ല ഈ മൂന്നാമത്തെ സന്ധ്യയിൽ നീ കൂട്ടിവരുത്തിയ നിന്റെ ജനത്തോട് നിന്റെ അഭിഷിക്തനിലൂടെ നിന്റെ മാറ്റമില്ലാത്ത വചനം നീ അറിയിച്ചതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ നീ വെച്ചിട്ടുള്ള കുരിശനുഭവങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങളോട് പറഞ്ഞവനെ, കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നുവെന്ന് നിന്റെ വചനം ഞങ്ങളോട് പറയുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിത യാത്രയിൽ ഞങ്ങൾ ചുമക്കേണ്ട കുരിശനുഭവങ്ങളെ കുറിച്ച് നിന്റെ അഭിഷിക്തനിലൂടെ വളരെ വ്യക്തമായും ശക്തമായും ഞങ്ങളോട് ഇടപെട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിന് നേരെ വരുന്ന പ്രതിസന്ധികളെ പൈശാചികമായോ മാനുഷികമായിട്ടോ അല്ല, അതിനപ്പുറത്ത് ദൈവികമായി സമീപിക്കാനുള്ള ബലം ദൈവകൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ഞങ്ങൾക്ക് തരുന്ന യാതൊരു കഷ്ടാനുഭവങ്ങളും അത് വൃഥാവല്ല. അതിന്റെ പിന്നിൽ നിനക്ക് വലിയ പദ്ധതിയുള്ളതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ചട്ടങ്ങളെ പഠിക്കാൻ കഴിയേണ്ടതിന് ഞാൻ കഷ്ടതയായിരുന്നതിന് ഏറെ ഗുണമായി എന്ന് നിന്റെ ദാസനായ ദാവീദ് സാക്ഷ്യപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നീ ഒരുക്കിയ കഷ്ടാനുഭവങ്ങൾക്കായും അതിന്റെ നടുവിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഉപരിയായ അനുഗ്രഹങ്ങൾക്ക് മുന്നമേ നീ ഞങ്ങളെ സഹനങ്ങളിലൂടെ നടത്തുന്ന ദൈവമാണെന്ന് നിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളെ നീ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. അധികം ഫലം കായ്ക്കേണ്ടതിന് നീ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നവനാണെന്ന് ഇന്ന് രാത്രി വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമുഖം നേരിൽ കാണാൻ ഞങ്ങളെ ഒരുക്കുന്ന മുഖാന്തരങ്ങളാണ് ജീവിതത്തിന്റെ കഷ്ടതകൾ എന്നു ഞങ്ങൾ ഓർമ്മിപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല കർത്താവേ, ഞങ്ങളുടെ ആത്മബലം ഒന്നുകൂടെ ഉറപ്പിക്കാൻ, ഞങ്ങളെ ഉൾക്കരുത്തുള്ളവരാക്കാൻ നീ ഒരുക്കുന്ന കഷ്ടതയുടെ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മറ്റു ചിലർക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങൾ മുഖാന്തരം ചിലർ വിടുവിക്കപ്പെടുമെന്നും വീണ്ടെടുക്കപ്പെടുമെന്നും നിന്റെ വചനത്തിന്റെ സത്യം ഇന്ന് രാത്രി ഞങ്ങൾക്ക് നീ നൽകിയതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, കഷ്ടാനുഭവങ്ങളിലൂടെ ശാന്തതയിലേക്ക് പ്രവേശിക്കുന്ന വലിയ അനുഭവം നീ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടല്ലോ. കഷ്ടങ്ങളിലൂടെ മറ്റുള്ള ജീവിതത്തെ സ്പർശിക്കുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്ന നിന്റെ സ്വർഗീയമായ പദ്ധതികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. മാത്രമല്ല, ഈ ലോകത്തിന്റെ കഷ്ടാനുഭവങ്ങൾക്കപ്പുറത്ത് നിത്യ സന്തോഷത്തിന്റെ ഒരു സ്വർഗീയ അനുഭവം നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ വചനം ഐശ്വര്യമായി പ്രസ്താവിക്കാൻ നിന്റെ അഭിഷിക്തൻ ഇന്ന് രാത്രി ഞങ്ങളുടെ മുമ്പിൽ ദൈവകൃപയോടെ നിർത്തിയതിനായി സ്തുതിക്കുന്നു. കർത്താവേ, ജോസഫ് പുത്തമ്പരിക്കലച്ചനു വേണ്ടി ഞങ്ങൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആളുകൾ നിന്റെ ദാസനെ ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കാൻ കർത്താവ് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി
ചേർന്ന് വന്നതിന്റെ ജനത്തിനായി സ്തോത്രം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കായി സ്തോത്രം. വരും ദിവസങ്ങളിലെ ശുശ്രൂഷകളെയും ഞങ്ങളുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി മടങ്ങട്ടെ, കൂടെ ഇരിക്കണം, വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും നാം ഏവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, സമാധാനത്തോടെ